നമ്മള് ഈ ടോപ്പിലേക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് കർത്താവിന് മുമ്പാകെ കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ കർത്താവിന് മുമ്പാകെ നമ്മൾ തന്നെ താഴ്ത്തി, അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് നമ്മൾ തന്നെ താഴ്ത്തി നമുക്ക് ഏൽപ്പിക്കാം. ആ സർവശക്തനായ ദൈവം നമ്മളെ ഈ തരുണത്തില്, ഈ മനോഹരമായ ഈ സ്ഥലത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയത് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അല്പസമയം നമ്മള് മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അതിന്റെ ആത്മീയ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് അത് നമ്മളുടെ ഈ ലോക ജീവിതത്തിനും നിത്യതയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു സമയമാക്കി തീർക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകണം, ഞങ്ങളെ കുറവുകളെ ക്ഷമിക്കണം, അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താലെ നിറച്ചാട്ടെ കർത്താവേ, അങ്ങേ ആഴത്തിൽ അറിയുവാനും കർത്താവേ, അവിടുത്തെ എല്ലാ ഭാരങ്ങളെ ഇട്ട് വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടൊക്കെ വേണം ആ മനസ്സിന്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ, ഒരു അല്ലലും വേവലാതിയും പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അയപ്പാൻ കർത്താവേ, അങ്ങനെയുള്ള വലിയൊരു സംതൃപ്തിയോടെ സ്വസ്ഥതയോടെ അയപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, അവിടുന്ന് തന്നെ കർത്താവെ ഞങ്ങളോട് ഓരോരുത്തരുടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ചിന്തിക്കുന്ന കാര്യങ്ങളെ അത് ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റനേകർക്ക് പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണം. എല്ലാത്തിലും അവിടുത്തെ പിന്നെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ ഈശ്വരക്കാരുടെ മാത്രമുള്ള നാമം തന്നെ. സോ ഇങ്ങനെയുള്ള ഒരു സേവികാ സംഘത്തിന്റെ ഇവിടെ പള്ളിപ്പാട് സെന്റ് തോമസ് മാർത്തോമ ചർച്ചിലുള്ള ഈ സേവികാ സംഘത്തിന്റെ മീറ്റിംഗില് പ്രിയപ്പെട്ടവരെ ഒക്കെ കാണുവാന്, നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാനും ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആരോഗ്യമുള്ള മനസ്സിനായിട്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അന്ന് നമ്മൾ ചിന്തിച്ചത്. മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ സാറ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, ഞാനിത് സൈക്യാട്രിസ്റ്റാണ്, മനസ്സിന്റെ ഡോക്ടർ, മാനസികാരോഗ്യ വിദഗ്ധൻ. ഞാൻ CMC വെല്ലൂർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെല്ലൂര് ചെന്ന് MD സൈക്യാട്രിയിൽ MD DPM ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം അവിടെ വെല്ലൂരിനടുത്ത് കരിഗിരി എന്ന് പറഞ്ഞ മിഷൻ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തിട്ട് 2018 എന്റെ സ്വന്തം ദേശമായിട്ടുള്ള കരുനാഗപ്പള്ളിയില്, എന്റെ സ്വന്തം സ്ഥലം കരുനാഗപ്പള്ളി, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എനിക്ക് അറിയാം. കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ തൊട്ട് പടിഞ്ഞാറായിട്ട് എന്റെ വീട്. അവിടെ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ക്ലിനിക്കും അതിനടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഇപ്പം ഞാനായിട്ട് എന്തെങ്കിലും കുറെ നേരം ഇവിടുന്ന് സംസാരിച്ച് നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങളും കൂടെ സംസാരിക്കാനും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവായിട്ട് പോകുമ്പോൾ നമുക്കത് കൂടുതൽ അത് പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ ഞാൻ എന്റേതായ ലെവലിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലെക്ചർ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട് എത്രമാത്രം അത് പ്രയോജനപ്പെടണമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ആരെങ്കിലും പറഞ്ഞു? നിങ്ങളെ തെറ്റുത്തരം ശരിയുത്തരമൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ സിമ്പിളായിട്ട് പറഞ്ഞ? അതെ, മനസ്സിന് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ വലിയ സാധാരണ മനസ്സിന്റെ ആരോഗ്യ കുറവെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഭയങ്ങള്, സംശയങ്ങള്, ആകുല ചിന്തകള്, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ഭയങ്ങള്, സംശയങ്ങള്, ആകുല ചിന്തകളും ഒക്കെ പലപ്പോഴും ഉറക്കത്തെ തന്നെ കെടുത്തുന്നത്. അത് തന്നെ ഉറക്കത്തെ കെടുത്തുകയും ചിലപ്പോൾ വിശപ്പിനെ ബാധിക്കുകയും അതിന് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. വെച്ചാൽ സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡിന്ന് നിങ്ങള് ഒരു പക്ഷെ നമ്മൾ ഈ സ്കൂൾ ക്ലാസ് മുതൽ ഒരു പ്രൊവേർബായിട്ട്, ഒരു പഴമൊഴിയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തില്. എന്നുവെച്ചാല് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലാണ് ആരോഗ്യമുള്ള മനസ്സും ഉള്ളൂ, ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ഉള്ളൂ. അത് രണ്ടും ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും ശരീരത്തിന്റെ തന്നെ പല പ്രയാസങ്ങൾ, ശരീരത്തിന്റെ പല പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ തലവേദന, അതുപോലെ വിട്ടുമാറാത്ത പല വേദനകളും എല്ലാം മനസ്സിന്റെ പ്രയാസം കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും പലപ്പോഴും ഈനോ മനസ്സിന്റെ വല്ലാത്ത പ്രയാസങ്ങൾ കൊണ്ട് തലവേദനയും കാര്യങ്ങൾ. തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഈ ഒരു മേ ബി ഒരു 2-3 മാസം മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു 45 വയസ്സുള്ള ഒരു യുവതി, 45 വയസ്സുള്ള ഒരു 2 കുട്ടികളുടെ അമ്മ.
ആ അപ്പൊ ആ ലേഡി ആദ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ലേഡി തന്നെ വരുന്നത്. വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതായത് ഡോക്ടറെ, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, വിട്ടുമാറാത്ത തലവേദനയുണ്ട്. അപ്പൊ ഞാൻ പല ന്യൂറോളജിസ്റ്റ്, ENT ഡോക്ടറെ, കണ്ണിന് ഡോക്ടറെ പലരെയൊക്കെ പോയി കണ്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ അവരൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, സ്കാനൊക്കെ എടുത്തു, എല്ലാം ശാരീരിക പരിശോധനകളൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ഡോക്ടറെ, സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇങ്ങനെ നോക്കി വന്നതാരോ പറഞ്ഞ് ഇങ്ങനെ കേട്ട് വന്നതാന്ന് പറഞ്ഞപ്പം അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു, സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നുവെച്ചാല് എനിക്കെന്താ അങ്ങനെ എന്തോ കുഴപ്പമുണ്ടോ, എനിക്കെന്താ ഇങ്ങനെ സാധാരണ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ എനിക്കെന്താ വട്ടുണ്ടോ, ഭ്രാന്തുണ്ടോ, സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർമാര് അതുപോലെ എന്തായാലും ഒരു തവണ ഒന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രയാസങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അവർക്കാണെങ്കിൽ ഭയങ്കര മനസ്സിലങ്ങ് ചിന്തകളങ്ങ് വല്ലാതെ കാട് കയറുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് എന്റെ ഓർമ്മ. രണ്ട് മക്കള്. മൂത്ത മോക്ക് ഒരു 23 വയസ്സ്, മോനൊരു 17 വയസ്സ്. അപ്പൊ അപ്പൊ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു വന്നു. അപ്പൊ എന്താ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം യുനോ മോനും മോളും തമ്മിൽ മിണ്ടത്തില്ല. എത്ര വർഷങ്ങളായിട്ട് മോനും മോളും തമ്മിൽ എന്തോ ഒരു ചെറിയ ഈഗോ പ്രശ്നങ്ങള്, ചെറിയൊരു ഈഗോ ക്ലാഷ്, അവര് തമ്മിൽ എന്തോ വഴക്കിട്ടു. അത് കഴിഞ്ഞിട്ട് മോളിടയ്ക്ക് അങ്ങോട്ട് മിണ്ടാൻ നോക്കിയാലും മോൻ മിണ്ടത്തില്ല. അപ്പൊ അങ്ങനെ അവരിങ്ങനെ ഒരു വല്ലാത്തൊരു ശീതയുദ്ധം മാതിരി ഇങ്ങനെ വീട്ടില. അപ്പൊ അതൊക്കെ പിന്നെ ഹസ്ബൻഡ് എന്നെ ഗൾഫില് ഹസ്ബൻഡിനോടെല്ലാം പറഞ്ഞ ഹസ്ബൻഡ് ചൂടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അധികം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതില് ഇവരിരുന്ന് അങ്ങ് ഉരുകി ഇങ്ങനെ വല്ലാതെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ തലവേദനയ്ക്കായിട്ട് ഒത്തിരി തലവേദനയുടെ ഗുളികകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ, ഒത്തിരി കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് പല ഗുളികളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ശരിക്കും ഉറക്കം വരുന്നില്ല. പിന്നെയും തലവേദന, ഭയങ്കര ഭാരം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാട് കയറുന്നു. ഒന്ന് ശ്രദ്ധ കുറവ്. അതായത് അടുക്കളയിൽ തന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് അങ്ങോട്ട് വരും, ഇത് കഴിഞ്ഞിട്ട് മറന്നു വെച്ചിട്ട് ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ വല്ലാതെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വല്ലാതെ ഇപ്പൊ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വല്ലാത്തൊരു ഡിപ്രഷൻ, വല്ലാത്തൊരു മനസ്സിന്റെ ഒരു വല്ലാത്തൊരു വിഷാദാവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഞാന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ മരുന്നുകൾ എഴുതാം, മനസ്സ് കുറച്ചൊന്ന് ഫ്രീ ആവാനും, മനസ്സ് കുറച്ചൊന്ന് ശാന്തമാവാനും, കുറച്ചുകൂടെ മനസ്സിന് പ്ലസന്റ് ആവാനും, പ്രസന്നമാവാനും, ചിന്തകൾ കാടുകയറുന്ന കുറയാനും ഒക്കെ ഉള്ള കുറച്ച് ടാബ്ലറ്റുകളും, 1-2 ടാബ്ലറ്റും, പിന്നെ കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ്സ് കുറച്ചുകൂടെ ഒന്ന് ബോഡി, ഒരു മനസ്സിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ടാബ്ലറ്റ്സിന്റെ ആക്ഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ത്വരിതപ്പെടുത്തുന്ന, കുറച്ചുകൂടെ ഓഗ്മെന്റ് ചെയ്യുന്ന ചെറിയ സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ കൂടെ തന്ന് ഒരു 20 ദിവസം ഞാൻ തരാം. പക്ഷെ 20 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ മോനെയും മോളെയും കൂടെ കൊണ്ടുവരണം. അത് ഡോക്ടർ പറഞ്ഞിട്ടാന്ന് പറയുന്നത്. അവര് പറഞ്ഞ അങ്ങനെ പറഞ്ഞ അവര് വരുമെന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞ് ഇത് നടന്ന സംഭവം. ഞാൻ വെറുതെ പറയുന്നതല്ലേ, വെറുതെ കഥ പറയുന്നതല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞ് വന്നപ്പോ മോനെയും മോളെയും കൂടെ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മോനും മോളും കൂടെ വന്നപ്പോ എനിക്ക് കുറെ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ ആരാ ഏതാന്നുള്ള കാര്യം പെട്ടെന്ന് മറന്നുപോയത്. അപ്പൊ ഞാന് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് പെട്ടെന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ മോനെയും മോളെയും കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് കത്തി, ഇത് ഇന്ന കേസാണ് അന്ന് പറഞ്ഞ കോൾഡ് വാർ ശീതയുദ്ധമുള്ള. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ചു. അപ്പൊ അവര് എന്താണ് പറഞ്ഞാ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ചെറിയ പ്രശ്നങ്ങളാ. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്, അപ്പൊ നിങ്ങളല്ലേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു താങ്ങും തണലുമായിട്ട് വളർന്നു വരേണ്ടത്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള നല്ല പഠിക്കുന്ന പിള്ളേരാ, ഡിഗ്രിക്കും PGക്കും ഏതാണ്ടൊക്കെ പഠിക്കുന്ന പിള്ളേരാ. പക്ഷെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനോട് പറഞ്ഞു, മോനല്ലേ ഇനിയിപ്പം അച്ഛനും അമ്മയുടെയൊക്കെ കാലം കഴിഞ്ഞ പെങ്ങളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളുമായി, അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന കാര്യം. പിന്നെ മോളോട് പറഞ്ഞു, മോളല്ലേ ആങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒരു കുക്ക് ചെയ്ത് കൊടുക്കൂ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞനിയനെ പോലെ കരുതുവും, അങ്ങനെ ഒരു സ്നേഹത്തോടൊക്കെ കരുതുമൊക്കെ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇനിയിപ്പം മിണ്ടത്തില്ലേ, ഉള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതോ ഏതാണ്ടൊക്കെ വഴക്കിട്ടതോ ഒക്കെ ക്ഷമ ചോദിക്കത്തില്ലേ, ക്ഷമിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ക്ഷമ ചോദിച്ച് ക്ഷമിച്ച് അവര് എന്നെ മുമ്പിൽ വെച്ച് എന്നെ മിണ്ടിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അവര് റിവ്യൂവിന് വരുമ്പോ പറഞ്ഞ ഡയലോഗ് എനിക്ക് മറക്കാനൊക്കെ കിട്ടുന്നത്, ഡോക്ടർ ഇപ്പൊ എനിക്ക് അസുഖം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പോയി ഡോക്ടർ, എനിക്ക് ഗുളികയൊക്കെ പതുക്കെ കുറച്ചു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മനസ്സിന് ഫ്രീ ആയി എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോസൻ കുറച്ചുകൊണ്ട് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങള് ഒരുപക്ഷെ നമുക്കത് പുറത്ത് പറയാൻ, ചിലപ്പം ഹസ്ബൻഡിനോട് പറയാൻ, എന്റെ മുമ്പിൽ ഇരിക്കുന്നതെല്ലാം നിങ്ങളെ സഹോദരിമാരാ, അപ്പം
ഹസ്ബൻഡ്, ഭർത്താവ്, അവരുടേതായ ജോലിയുടെ തിരക്കുകളും പ്രയാസങ്ങളും അവരുടേതായ പല ജോലി സ്ഥലത്തുള്ള പല സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പം എല്ലാം പറഞ്ഞു കേൾക്കുകയും നമ്മളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ എങ്കിലും എല്ലാ വീട്ടിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് നമുക്കറിയാം. പലർക്കും 5 പേരുണ്ടെങ്കിൽ 5 പോലെ എന്ന് പറയുന്നത് പോലെ 5 പേർക്കും 5 സ്വഭാവമാണ്. 5 പേരെ എടുത്ത എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് അമ്മായി അമ്മ, മരുമകള്, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങള്. കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു അമ്മായിയമ്മ പോര്, അത് ഇതുപോലെ അതൊരു 10, 67, 70 വയസ്സോളം ഉള്ള ഒരു ലേഡി, ഒരു ക്രിസ്തീയ കുടുംബത്തിലുള്ള ഒരു ലേഡി തന്നെ. അപ്പൊ ഇങ്ങനെ അവര് ഭയങ്കര ആരാധനയും ഭക്തിയും കാര്യങ്ങളും എല്ലാം ഉള്ളവരാ. പക്ഷേ കുടുംബമായിട്ട് മോനും മരുമോളും 2 കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഈ കഥ ഉണ്ടാക്കി പറയുന്നില്ല. പക്ഷെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്ന് വെച്ചാൽ അത് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുതല്ലേ. അപ്പൊ അത് എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്താ, മരുമോളാണെങ്കില് മരുമോള് എല്ലാ കാര്യത്തിലും അങ്ങ് നിങ്ങൾ എന്താ ഇവിടെ അധികാരം സ്ഥാപിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ പ്രോത്സാഹിതാരം ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള പല ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. മോനാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ വളരെ നമുക്ക് പുറമെ നോക്കുമ്പോൾ അവര് വലിയ ആരാധനയും ഭക്തിയും ഭയങ്കര പാട്ടും അതുപോലുള്ള വലിയ വലിയ ആത്മീയമായിട്ടുള്ള എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെയാ. പക്ഷെ വീട്ടില് ഇതുപോലൊക്കെയുള്ള പല ഈനോ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇപ്പൊ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നുമല്ല. ചെറിയ എന്തെങ്കിലും അടുക്കളയില് ചെറിയ ചെറിയ കാര്യങ്ങളാ, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാ. പക്ഷെ അതങ്ങ് ഭയങ്കര ഊതിപ്പെരുപ്പിച്ച് ഈനോ എന്തോ നിങ്ങൾ എന്നെ മറച്ച് അത് അത് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ വിളമ്പി തന്നില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പലപ്പോഴും നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ കെടുത്തി കളയുന്ന, ഇപ്പം സൗരമാരിപ്പം പറഞ്ഞതുപോലെ ആ മനസ്സിന്റെ ആ ഒരു സമാധാനം, സ്വസ്ഥത, ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹം, അതൊക്കെ കെടുത്തി കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ ചെറിയ മുള്ളുകളായിരിക്കും. ഇപ്പൊ നമ്മുടെ ഷൂസിലോ ചെരുപ്പിലോ അങ്ങനെ ഒരു ചെറിയൊരു കല്ല് കയറിയാൽ മതി, അത് ഓരോ തവണ ചവിട്ടുമ്പോഴും ഇതിങ്ങനെ കുത്തി കയറിക്കൊണ്ടിരിക്കും. അത് എടുത്ത് കളയാതെ പറ്റത്തില്ല. എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഹൃദയം, നമ്മളുടെ മനസ്സ് ഇന്ന് ദൈവത്തിന് മുമ്പാകെ ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആണോ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ദൈവം മുമ്പാകെ പരിശോധിക്കാനുള്ള ഒരു സമയമായിട്ട് ഇത് എടുക്കാം. നമ്മള് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നത്: ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്, but in everything with prayers and supplications let your requests be made known to God, and the peace of God that surpasses all understanding will guard your hearts and minds in Christ Jesus. എനിക്ക് ഇംഗ്ലീഷിലുള്ള വാക്യങ്ങളാ കാണാപ്പാടമായിട്ട് അറിയാവുന്ന മലയാളത്തിലെ വാക്യങ്ങൾ ഞാൻ ഇപ്പൊ ഇതിനകത്ത് നോക്കി വായിക്കാൻ പോവാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 1-നെ കുറിച്ച് ആകുലപ്പെടരുത്, അതാ അവിടെ പറയുന്നത്. അതെ, എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെ അല്ലേ? വെരി ഗുഡ്. അതെ. അപ്പൊ അവിടെ എന്താ പറയുന്നേ? 1-നെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് ഞാനത് സാധാരണ പറയേണ്ടത് അതൊരു എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ മൊബൈല് ഈ ആമസോണിലൊക്കെ, ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ അതിന്റെ എക്സ്ചേഞ്ച് ഓഫർ കാണും. പഴയ മൊബൈൽ കൊടുത്താൽ പുതിയ മൊബൈൽ കിട്ടും. പക്ഷെ അതിന്റെ തക്കതായിട്ട് പൈസ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. കുറച്ചൊരു ചെറിയ എന്തെങ്കിലും ഒരു കുറവ് കാണും എന്ന് പറഞ്ഞാൽ. ഇവിടെ പക്ഷേ ഇവിടെയുള്ള എക്സ്ചേഞ്ച് ഓഫർ എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് പല ഭാരങ്ങള്, പ്രാർത്ഥനാ വിഷയങ്ങള്, ചിലപ്പോൾ നമ്മളെ അലട്ടുന്ന, ചിലപ്പോൾ മക്കളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും, മരുമക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ അപ്പനമ്മമാരുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുമായിട്ട്, നാത്തൂന് അല്ലെങ്കിൽ അളിയന്, അങ്ങനെയൊക്കെയുള്ള അതുപോലെയൊക്കെയുള്ള ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അയൽവക്കക്കാരുമായിട്ട് പ്രശ്നമായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ അതുപോലുള്ള നമ്മുടെ ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ആ ഭാരങ്ങളും വ്യാകുലതകളും ആകുലതകളും ഒക്കെ നമ്മൾ എങ്ങോട്ട്, അതാ നമ്മുടെ പഴയ മൊബൈൽ എന്ന് പറഞ്ഞ കണക്ക്. അത് ഈ ആമസോണിന്റെ ഏജന്റ് വരുമ്പോൾ നമ്മൾ പഴയ മൊബൈൽ എടുത്ത് എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഏജന്റ് വരുമ്പോൾ, അയ്യോ ഇതിന്റെ പഴയ മൊബൈൽ ഞാനത് തരത്തില്ല, എനിക്ക് പുതിയ മൊബൈൽ അദ്ദേഹം പറയും, അവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഓഫറൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഞാൻ വരാമെന്ന് പറയും. അതിന് തന്നാലേ എനിക്കിത് പുതിയത് തരാൻ പറ്റത്തുള്ളത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ദൈവം ഓഫർ ചെയ്യുന്നത് എന്താണെന്ന 7-ാമത്തെ വാക്യത്തിൽ: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പൊ ആ ഒരു
സകല ബുദ്ധിയും കവിയുന്ന നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയുടെ ഒരു തലം ഉണ്ട്. അതിലും കവിയുന്ന ഒരു ദൈവത്തിന്റെ സമാധാനം പറയുന്നത് നമ്മുടെ ആത്മാവില്, നമ്മുടെ അന്തരാത്മാവില് യേശുവിന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം തരാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അപ്പം നമുക്ക് പല വിധമായിട്ടുള്ള ചില നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചില കാര്യങ്ങളുണ്ട് കർത്താവേ. ഈ ഒരു വിഷയത്തിൽ ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലിക്കാര്യമായിരിക്കും, കൊച്ചുമകളുടെ പഠിത്തത്തിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചില എന്തെങ്കിലും ഒരു ഞെരുക്കമായിരിക്കും, കടത്തിന്റെ ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥകള്, ചില ട്രീറ്റ്മെന്റ്, അതിന്റെ ചെലവ്, അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, ചിലർ നമ്മളെ നിന്ദിക്കുന്നു, ചിലർ നമുക്കെതിരായിട്ട് എന്തോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു, പരദൂഷണം പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ആ ആവശ്യങ്ങളും നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളും എല്ലാം അത് പ്രാർത്ഥനയാലും പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ്. പ്രേയേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, സഹായിക്കണമേ നമ്മൾ പറയുന്ന അപേക്ഷ. സപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് കർത്താവേ ഇക്കാര്യത്തിൽ എന്റെ മനസ്സിനൊരു പ്രയാസമുള്ള കർത്താവേ, എന്റെ കൊച്ചുമോന്റെ കാര്യം, അല്ലെങ്കിൽ എന്റെ കൊച്ചുമോളുടെ കാര്യം, അല്ലെങ്കിൽ എന്റെ മോളുടെ കാര്യം, എന്റെ മോന്റെ കാര്യം, അല്ലെങ്കിൽ എന്റെ മരുമോളുടെ കാര്യം, അല്ലെങ്കിൽ മരുമോന്റെ കാര്യം, അല്ലെങ്കിൽ എന്റെ നാത്തുവിന്റെ കാര്യം, അല്ലെങ്കിൽ അപ്പനമ്മമാര് ചിലപ്പോൾ വയസ്സ് വന്നിരിക്കുന്നു, അവരെ നോക്കേണ്ട അവസ്ഥ, അവരുടെ രോഗാവസ്ഥയിൽ അവരെ വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ചില സ്വത്ത് തർക്കങ്ങളോ അങ്ങനെയുള്ള ചില കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണോ അത് നമ്മളങ്ങ് ആ ഭാണ്ഡാക്കെട്ടെടുത്ത് അങ്ങ് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ റിക്വസ്റ്റ്, നമ്മളുടെ ആ അപേക്ഷകൾ, ആവശ്യങ്ങളൊക്കെ കർത്താവിന്റെ മേലെ ഇട്ടുകൊടുക്കുക, ഭാരങ്ങളെ. അപ്പൊ കൊടുക്കുമ്പോൾ ആ പഴയ മൊബൈൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പുതിയ മൊബൈൽ ഇനി കിട്ടും. അവിടെ പക്ഷെ നല്ല പൈസ കൊടുത്തിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം ഓഫർ ചെയ്യുവാണ്. നമ്മുടെ ഈ വേണ്ടാത്ത പാണ്ടാക്കെട്ട്, നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ, പല വേസ്റ്റുകളും ആക്രി സാധനങ്ങളും ഒക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ കൊള്ളായിരുന്നു വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല, നമ്മുടെ ഈ വേണ്ടാത്ത ചിലപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ചില കയ്പുകൾ, ചിലരോട് അങ്ങനെ ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും. ശരിയാ, നമ്മൾ മനുഷ്യരാ. അപ്പൊ അതുകൊണ്ട് ചിലർ നമ്മളോട് അവരെന്നാലും അങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്നെ അതിന് വിളിച്ചില്ല, എന്നെ കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്തില്ല, എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. ചെറിയ കാര്യമായിരിക്കും. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊക്കെ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇപ്പൊ നമ്മൾ തിരിച്ച് ചിന്തിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോഴാവും ഇതൊക്കെ വേറെ ഒന്നുമില്ല. പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസവും കയ്പോ, അവരെ കണ്ട മിണ്ടരുത്, ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വാശി, വൈരാഗ്യം, ഒരു അക്ഷമ, ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു കയ്പ്, ഒരു ബിറ്റർനെസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കർത്താവിന് മുമ്പാകെ അങ്ങ് സമർപ്പിച്ച് കർത്താവേ, അവിടുന്ന് കാൽവരി കുരിശിൽ എന്താ കർത്താവ് പ്രാർത്ഥിച്ച് ലൂക്കോസ് 23:34 വാക്യത്തില് എന്താ വായിക്കുന്നത്? ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാലും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു കർത്താവിനെ ക്രൂശിച്ച് ഏറ്റവും നിഷ്കളങ്കനായിട്ട്, ഏറ്റവും പരിശുദ്ധനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ട് ഏറ്റവും പരിശുദ്ധനായിട്ട് ജീവിച്ച്, നമ്മളിപ്പോൾ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും ഏറ്റവും പരിശുദ്ധനായിട്ട് ജീവിച്ച യേശു കർത്താവിനെ അന്നത്തെ മതമേലാളന്മാരൊക്കെ കൂടെ അസൂയോടെ അവരെ ക്രൂശിച്ച് കൊല്ലുമ്പോൾ നമ്മളെ ആരും ക്രൂശിച്ചിട്ടില്ല ഇതുവരെ, അല്ലെ? ആരെങ്കിലും ക്രൂശിച്ചിട്ടുണ്ടോ നമ്മളെ? യാത്ര കർത്താവിനെ അനുഭവിച്ചിട്ട് 7 പോലും അതിന്റെ 10 ലക്ഷത്തിലോ അല്ലെങ്കിൽ 10 കോടിയിലൊന്നോ പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. എങ്കിലും അപ്പൊ കർത്താവ് അതെല്ലാം അനുഭവിക്കുമ്പോഴും പിതാവ് ഇവര് എന്താ ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല. ഇവര് എത്ര ഗൗരവമായിട്ടൊരു പാപമാണ് ചെയ്യുന്നത്. ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നവനെ, ഈ അഭിഷിക്തനെ ക്രൂശിക്കുക എന്നുള്ള അത്ര അക്ഷന്തവ്യമായ, അതുപോലെ വലിയ കഠോരമായ ഒരു പാപം അവർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഇവരറിയുന്നില്ല. അതുകൊണ്ട് കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്തേ. കർത്താവിന്റെ ശിഷ്യന്മാരെന്താ ചെയ്തേ? ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു സഭയിലെ? സ്തെഫാനോസ് എങ്ങനെ പ്രാർത്ഥിച്ച്? നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ എന്റെ ബൈബിൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളെ 6-ാം അധ്യായത്തിന്റെ അവസാനമാണോ 7-ാം അധ്യായത്തിന്റെ അവസാനമാണോ ഞാനൊന്ന് നോക്കിക്കോട്ടെ. 7-ാം അധ്യായത്തിന്റെ അവസാനം അതിന്റെ 54 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന് 54. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തെഫാനോസിന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി
ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ബാക്കി എല്ലായിടത്തും യേശു ഇരിക്കുന്നത് കാണുന്നതാണ് നമ്മൾ വായിക്കുന്നത്. പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ ആദ്യത്തെ രക്തസാക്ഷിയെ വരവേൽക്കാനായിട്ട് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുക. ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുവാണ് ഈ സ്തെഫാനോസിനെ, തന്റെ പ്രിയ മകനെ വരവേൽക്കാനായിട്ട്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും, 56-ാമത്തെ വാക്യം, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞ് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ആ ശൗലാണ് പിന്നീട് പൗലോസായി തീരുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അപ്പൊ യേശുവിന്റെ പേര് കേൾക്കുന്നതിന് അവർക്ക് ഇഷ്ടമല്ല. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അപ്പൊ ഞാൻ എന്താ ഈ ക്ഷമയുടെ കാര്യം മനസ്സിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വെച്ചാൽ, പലപ്പോഴും ആ ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലേ നമുക്ക് തോന്നിയാൽ പോലും, നമ്മൾ എത്ര വലുതായവരായാൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ആ ഒരു ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ചില കയ്പിലോട്ടും വിരോധത്തിലോട്ടും വല്ലാതെ ഒരു നീറ്റലിലോട്ടും ഒക്കെ നമ്മളെ നടത്തുന്നത്. അപ്പൊ ആ ഒരു പല വിധമായിട്ടുള്ള ഭാരങ്ങള്, ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പൊ അവിടെ നമ്മൾ ഈ സ്തെഫാനോസിന്റെ കാര്യം നോക്കുമ്പോൾ, സ്തെഫാനോസ് കർത്താവേ ഇതിലൂടെ പാപം നിർത്തരുതേ, അപ്പം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മ നിറവിൽ യേശുവിനെ കാണുക. അപ്പം യേശുവിനെ കാണുമ്പോൾ യേശു എങ്ങനെ പ്രാർത്ഥിച്ചത്? നമ്മളിപ്പം ലൂക്കോസ് 23:34 വായിച്ചതുപോലെ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ യേശുവിന്റെ വാക്കുകൾ ആ പരിശുദ്ധാത്മ എപ്പോഴും ഓർപ്പിക്കുന്നത്. യേശുവിലേക്ക് നമുക്ക് ചിലപ്പോൾ വല്ലാതെ പ്രയാസമുള്ള പല സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവിലേക്ക് അങ്ങ് നോക്കുക. കർത്താവിലേക്ക് നോക്കുമ്പം കർത്താവ് എങ്ങനെ ഭൂമിയിൽ ജീവിച്ച്, കർത്താവ് എങ്ങനെ എല്ലാവരോടും ക്ഷമിച്ച്. പലപ്പോഴും അത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഹോസ്റ്റിലിറ്റി, ആ ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ക്ഷമിക്കാത്ത മനോഭാവം നമ്മളുടെ തന്നെ കൊറോണറി വെസൽസിനെ കാൽസിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണറി വെസൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിൽ അത് നമ്മൾ ഹൃദയം കഠിനപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ അക്ഷരികമായിട്ട് തന്നെ നമ്മുടെ ഹൃദയ ധമനികളിൽ ചില ഇങ്ങനെ കഠിനമാകുന്ന രീതിയിൽ ചില കാൽസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ ഇതുപോലൊക്കെയുള്ള ചില ഹോസ്റ്റിലിറ്റി, അതുപോലെയുള്ള ചില ക്ഷമിക്കാത്ത ശത്രുതാ മനോഭാവം, അങ്ങനെയൊക്കെയുള്ള ചില പഠനങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പം ചില സ്ട്രെസ് ഹോർമോൺസ്, നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടെന്ന് പറയും. മനസ്സിന്റെ സമ്മർദ്ദത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ചില കോർട്ടിസോൾ മാതിരിയുള്ള ചില സ്ട്രെസ് ഹോർമോൺസ് അങ്ങ് വല്ലാതെ കൂടിയിട്ട്, സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അങ്ങ് കുറയും. അപ്പോ എന്ത് പറ്റും? രോഗപ്രതിരോധ ശക്തി കുറഞ്ഞാൽ വല്ല വൈറസും ബാക്ടീരിയയും അങ്ങോട്ട് വഴിയെ പോയാൽ മതി, നമുക്ക് എല്ലാം പിടിക്കും. നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ നമ്മൾ തന്നെ പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനും പല പ്രയാസങ്ങളൊക്കെ വരാനും. അപ്പം എല്ലാം ക്ഷമിക്കാത്ത മനോഭാവം കൊണ്ടാണെന്നോ എല്ലാം മനസ്സിന്റെ ആരോഗ്യക്കുറവുകൊണ്ടാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും ഒരു നല്ല പങ്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാവട്ടെ, ഉറക്കക്കുറവോ വല്ലാതെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഒരു മൂലകാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാതെ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കും. അവിടെ നമ്മൾ കർത്താവിലേക്ക് അങ്ങ് നോക്കി, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാന്. കഴിഞ്ഞ ദിവസം ഒരു വിദേശ രാജ്യത്ത് നിന്ന്, അതൊരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്, കാനഡയിൽ നിന്നുള്ളൊരു ഭാര്യയും ഭർത്താവും. വളരെ 30 വയസ്സുകളിൽ 30s അവരുള്ളത്. പക്ഷെ അങ്ങ് ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങ് ഡിവോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവരിങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാനതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങ് ശരിയാണ്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരാള് അങ്ങ് അങ്ങ് ക്ഷമിക്കാന് ഒക്കെ അങ്ങ് തയ്യാറാണ്. മറ്റേ ആൾക്കങ്ങ്, എന്നാലും എൻ്റെ അടുക്ക് അന്ന് അങ്ങനെ പെരുമാറി, അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എനിക്ക് സമയം വേണം, എനിക്കത് ശരിയാണ്. ചിലപ്പോൾ നമുക്ക് അതങ്ങ് ഫുള്ളങ്ങ് ഫ്രീ ആവാനൊക്കെ ഒരു സമയം വേണം, അതൊന്ന് മനസ്സിലാക്കാം. പക്ഷെ എങ്കിലും ഞാൻ പറയുമായിരുന്നു, വി കൻ ചൂസ് ടു ഫൊർഗീവ്. നമുക്കിപ്പം ഫീലിങ്സില് നമുക്ക് അങ്ങ് ചില കയ്പും ചില കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറി പോവാനൊക്കെ കുറച്ച് സമയം എടുത്തു. പക്ഷെ എങ്കിലും ഞാനങ്ങ് ക്ഷമിക്കാനായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കുന്നു. ഐ ചൂസ് ടു ഫൊർഗീവ്. എനിക്ക് അങ്ങനെ ആ ഒരു കാര്യം ഞാൻ അതങ്ങ് കണക്കാക്കുന്നില്ല. ഐ ചൂസ് ടു ഫൊർഗീവ്. നമ്മുടെ വില്ലിൽ, നമ്മുടെ ഇച്ഛയില്, നമ്മുടെ വികാരങ്ങളിൽ നമുക്ക് ക്ഷമിച്ചതായിട്ട് ചിലപ്പോൾ തോന്നത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും ചിലപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും തികത്തി വരുമായിരിക്കും. പക്ഷെ എങ്കിലും
അപ്പൊ ഞാനത് ആ ഓർമ്മകൾ വീണ്ടും താലോലിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടം ഞാനങ്ങ് ആരുടെയെങ്കിലും ഇങ്ങനെ കഴുത്തിന് പിടിച്ചുകൊണ്ടിരിക്കുന്നവണൊക്കെ ആയിരിക്കും. നമ്മള് ഒരാളെ കഴുത്തിന് പിടിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റൂലേ? കൈ വിട്ടാലേ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആക്ഷരികമായിട്ട് ആരുടെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അന്തരംഗത്തില് മനസ്സില് ആരുടെ കഴുത്തിന് പിടിച്ച നീ എന്നോട് ഇങ്ങനെ പറഞ്ഞോ, നീ എന്നോട് അങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തോ, നിന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തോ. അപ്പൊ ആ ഒരു അതങ്ങ് കൈവിട്ട് എക്സോസ്റ്റ് ഞാനങ്ങ് വെറുതെ വിടുന്നു. കർത്താവിനോട് എന്നെല്ലാം ക്ഷമിച്ചു. അപ്പൊ ഞാൻ ആ കാര്യവൃത്തർ ദമ്പതികളോട് കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ മത്തായി 6-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ആ വാക്യങ്ങള് കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും വീണ്ടും അത് കോട്ട് ചെയ്ത് അവരെ ഓർപ്പിക്കുമായിരുന്നു. മത്തായി 6-ാം അധ്യായത്തില് അതിന്റെ 14-15 വാക്യങ്ങളിലെ ഗിരിപ്രഭാഷണത്തിന്റെ ഒത്ത മധ്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? മത്തായി 6-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങളിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. പക്ഷേ അപ്പൊ അത്ര പറഞ്ഞ് നിർത്തുന്നില്ല. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ, നിങ്ങൾ 15-ാമത്തെ വാക്യം മത്തായി 6-15, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ ആയിരിക്കും നിത്യതയില്? നമ്മൾ വലിയ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞു നമ്മള് കുർബാന കൈക്കൊള്ളുന്നു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ബൈബിൾ വായിക്കുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു. പക്ഷെ ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിത്യതയിൽ നമ്മൾ എവിടെ ആയിരിക്കും? ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ദൈവം നമ്മളോട് നമ്മള് പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9 അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതേ വചനത്തിന്റെ മറുവശം ഇവിടെ എഴുതുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളുടെ കടങ്ങളും പാപങ്ങളും കർത്താവ് മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അതിന്റെ തൊട്ട് മുമ്പ് 6-ാം അധ്യായത്തിന് തന്നെ അതിന്റെ 9 മുതൽ അതിന്റെ 13 വരെ അവിടെ കർത്താവിന്റെ പ്രാർത്ഥന, നമ്മുടെ കർത്തൃ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ എന്നറിയപ്പെടുന്ന ആ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. അപ്പൊ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കേണ്ടതാണ് കർത്താവിനോട് പറയുന്നത്. നമ്മളിങ്ങനെ തത്തമേ പൂച്ച മാതിരി ഇങ്ങനെ ഞങ്ങളുടെ രാജ്യം വരേണ്ട മേലെ മഹത്വം അങ്ങേക്കാവില്ലേ എന്നിങ്ങനെ പറഞ്ഞ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞങ്ങ് തീർക്കും. പക്ഷെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ക്ഷമിച്ചില്ലെങ്കിൽ അതൊരു വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളോട് മറ്റുള്ളവർ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തത്. അത് പറയുമ്പോഴാണ് ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു മിഷണറി വനിത, അത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫ്, ഗ്രഹാം സ്റ്റെയിൻസ്. അത് ഞാന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന്, ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന് ഈ ഒരു ക്രിസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഈ ഡിസംബർ ഇപ്പൊ നമ്മള് നവംബർ 26 ഈ ഡിസംബർ 19 ആവുമ്പോൾ 25 വർഷം തികയും. എന്ന് പറഞ്ഞാൽ 1999 ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഞാനൊരു വീണ്ടും ജനന അനുഭവം, ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് എന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. അതും ഈ ഗ്ലാഡിഷ്യൻസിന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ 1999 ഡിസംബർ മാസത്തിലെ വിശ്വാസത്തിലേക്ക് വരുന്നെന്നുണ്ടെങ്കിൽ 1999 ജനുവരി ആ വർഷം ആദ്യമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പം ഒരു ഹൈന്ദവനായിരുന്ന എന്നെ ആ ഒരു സംഭവം സ്വാധീനിച്ച ഒരു കാര്യം കൂടെ, എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവം ഒരുക്കിയിരുന്നു. അതിൽ ഒരു കാര്യമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അന്ന് ആ ജനുവരി 1999 ജനുവരി മാസം 23-ാം തീയതി 23-ാം തീയതി രാവിലത്തെ പത്രത്തില്, ഞങ്ങളുടെ വീട്ടിൽ മാതൃഭൂമി പത്രം വരുത്തുന്നത്, മാതൃഭൂമി മനോരമയിലല്ല അങ്ങനെ വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ ഒറീസയിലുള്ള ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മിഷണറിയും 2 പിഞ്ചു ബാലകന്മാർ തിമോത്തിയും ഫിലിപ്പും എന്നുള്ള 2 ആൺമക്കളെയും ചുട്ടെരിഞ്ഞ് സുവിശേഷ വിരോധികളെ ചുട്ടരിച്ചു കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു വാർത്തയാ, തലക്കെട്ടൊക്കെയാ വരുന്നേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു ചെറിയ കോളത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഗ്ലാഡിസ് സ്റ്റെയിൻസ് തന്റെ ഭർത്താവിന്റെ ഘാതകരോട് ക്ഷമിച്ച് വാർത്തയാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പം അതിനകത്ത് അവര് പറയുന്നത് വെച്ചാല്, ഗ്ലാഡിസ് സ്റ്റെയിൻസ്, ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫ്, അവിടെ ഒരു വിദേശ വനിത, ഒരു അന്യരാജ്യത്ത് ഭർത്താവും ഒരു മോളും 2 ആൺമക്കളുമാണ് ഉള്ളത്. അപ്പൊ ഭർത്താവും 2 ആൺമക്കളും കത്തിക്കരിഞ്ഞ് മരിച്ചുപോയി. പിന്നെ അതുപോലെ ഉള്ളത് ഒരു മോളാ ഉള്ളത്. ഒരു വിദേശ രാജ്യത്ത് ഒരു സ്ത്രീ, അത് വിധവയായ ഒരു സ്ത്രീ, ഒരു പ്രായമായി വരുന്ന ഒരു മോളെയും കൊണ്ട് തനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവര് ആ ഒരു അവസ്ഥയിലും അത്രയും വലിയ സംഘർഷത്തിനിടയിലും അവര്
മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ആ, നിയമം അതിന്റെ വഴിക്കൊക്കെ പൊയ്ക്കോട്ടെ, പക്ഷെ ഞാൻ അവരോടൊന്ന് ക്ഷമിക്കുന്നു, എന്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുക, എന്റെ കുഞ്ഞുങ്ങളെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുക. ആ, യേശു കർത്താവ് എന്നെ അതാ പഠിപ്പിച്ചത്. ഞാനൊരു റോമൻ കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഒരു ഹൈന്ദവനായിട്ട് വളർന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കര ഭയങ്കര അമ്പലവിശ്വാസിയായിട്ട് ഒരാളായിരുന്നു. എന്നുവെച്ചാല് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഞാൻ രണ്ട് അമ്പലങ്ങളിലൊക്കെ കയറി ചന്ദനക്കുറി തൊട്ടിട്ടേ സ്കൂളിൽ പോകത്തുള്ളൂ. അതുപോലെ വലിയ ഭക്തിയായിട്ട് ആ വിഗ്രഹങ്ങളുടെയൊക്കെ മുമ്പാകെ വണങ്ങുമ്പോഴും ആ സത്യദൈവത്തെ അറിയണം എന്നുള്ള ഒരു വലിയൊരു ഒരു ആഗ്രഹവും ഒരു ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ 3ാം ക്ലാസ് മുതലേക്ക് ആ ഒരു ദൈവാന്വേഷണം അതിനുള്ള ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല തത്വചിന്തകള്, വിവേകാനന്ദന്റെ തത്വചിന്തകള്, അമൃതാനന്ദമയുള്ള ഒരു ഭക്തി, അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്, ഭഗവത്ഗീത, ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ, ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അങ്ങനെയൊക്കെ വലിയ ഭക്തിപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ കാത്തലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചില വചനങ്ങളൊക്കെ എന്നെ യേശുവിലേക്ക് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. ഈവൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പ്രീഡിഗ്രി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മാർവിൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെയും ഞാൻ ഒരു ബയോളജി ട്യൂഷന് പോകുന്ന അവിടെ ആ ഒരു നാലാഞ്ചിറ ബദനി ആ കുരിശടി ജംഗ്ഷനിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി മതിലില് ഈ ഒരു വചനം, ഈ അധ്വാനിക്കുന്നവരും പാരച്ചെന്നുള്ളവര്, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതൊരു നോൺ ക്രിസ്ത്യൻ ബുക്കാണ്, പക്ഷെ അതിനകത്ത് ഈ ലൂക്കോസ് 6:27, 28 കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ഞാൻ കേൾക്കുന്നവരായി നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുകയും. ലൂക്കോസ് 6 അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ ഞാൻ പറയുക. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നുള്ളൊരു കാര്യം. അതായത് pray for love your enemies, do good to those who hate you, bless those who curse you, pray for those who persecute you. ശത്രുക്കളെ സ്നേഹിക്കണം. പിന്നെന്താ പറയുന്നത്? പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യണം. പിന്നെന്താ പറയുന്നത്? ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് ഒരു ഹൈദരാബാദായിരുന്ന സമയത്ത് തന്നെ വായിക്കുമ്പോൾ ഇത് ഒരു മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ഏറ്റവും ആഴത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യം. ഞാൻ പരിചയിച്ചിട്ടുള്ള ഒരു മതസംഹിതകളിലും ഇല്ലാത്ത ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യം, ആ ഒരു യേശുവിലേക്കുള്ള ഒരു ആകർഷണം. ഞാൻ ഈ പറയുന്ന ഈ 1999 ജനുവരി മാസം ഈ ഗ്ലാഡിസ്റ്റൈൻസിന്റെ ആ ഒരു കാര്യം, അതൊക്കെ എന്നെ കർത്താവിലേക്ക് ആകർഷിച്ചിരുന്നു. അങ്ങനെ പല വിധേന അങ്ങനെ ഞാൻ എന്റെ സാക്ഷിയൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ പറഞ്ഞാലും തീരത്തില്ല. യൂട്യൂബില് ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റിമണി എന്നങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് എന്റെ ടെസ്റ്റിമണി അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറയുന്ന സാക്ഷ്യങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും അത് കേൾക്കണമെങ്കിലൊക്കെ കേൾക്കാം. അതിന്റെ കൂടെ തന്നെ ഒത്തിരി വചനത്തിന്റെ വീഡിയോസും പിന്നെ ഇതുപോലെ മനസ്സിനാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞ വീഡിയോസ് ഒക്കെ കുറെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ആ ഒരു സ്തെഫാനോസ് അതിന്റെ ആ ക്ഷമ കണ്ട ശൗലിനൊരു മനസാക്ഷിക്കുത്ത് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ശൗല് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ മനസാക്ഷിക്കുത്ത് അത് തുടങ്ങി അതങ്ങ് വല്ലാതെ തീവ്രമായിട്ട് ശൗല് അത് പൗലോസ് ആവാൻ തക്കവണ്ണമുള്ള ഒരു വെളിപ്പാട്, യേശുവിന്റെ ഒരു വെളിപ്പാട് അവന് ലഭിക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ക്ഷമയും, നമ്മളുടെ ആ ഒരു ശത്രുക്കളോട് നമ്മളാരെയും ശത്രുക്കളായിട്ട് കരുതേണ്ടതില്ല. ഇനിയിപ്പോ നമ്മളെ ആരെങ്കിലും ശത്രുക്കളായിട്ട് കരുതിയാൽ നമ്മൾ അവരെ സ്നേഹിക്കുകയും കരുതുകയും അതുപോലെ അതിനെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു മനോഭാവം, അത് മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അതാ ഒരു സാക്ഷ്യമായിട്ട് തീരുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തില് ആ ഒരു ശരിയാണ്, നമുക്ക് പലതരത്തിലുള്ള ഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോ ഞാനൊരു എക്സ്ചേഞ്ച് ഓഫർ ഇപ്പം പറഞ്ഞു, ഇതുപോലൊരു എക്സ്ചേഞ്ച് ഓഫർ ഇതിപ്പോ പൗലോസ് പറഞ്ഞ എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ ഫിലിപ്പർ 4:6-7 വായിച്ചത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ എക്സ്ചേഞ്ച് ഓഫർ എവിടെ വായിക്കുന്നത്? 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് പത്രോസ് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ വായിക്കുന്നത് ഇതേ കാര്യം തന്നെ പറയുന്നത്. എന്താ അതിന്റെ 7-ാമത്തെ വാക്യം? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ പഴയ മൊബൈൽ എന്ന് പറഞ്ഞ കണക്ക് എല്ലാ ചിന്താകുലങ്ങളും എല്ലാം കർത്താവിന്റെ മേൽ ഇട്ട് കൊടുക്കുമ്പോൾ കർത്താവിന്റെ ഒരു കരുതൽ അത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. കർത്താവിന്റെ ആ കരുതൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ഈ കണ്ടക്കെട്ടെല്ലാം പിടിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ കർത്താവിന്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ കർത്താവിന്റെ സകല ബുദ്ധിയും കവിത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല നിങ്ങളുടെ ഹൃദയം
കലങ്ങിയും ഭ്രമിക്കുകയരുതെന്ന് യോഹന്നാൻ 14 27 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ആ ഭാണ്ഡാക്കെട്ടുകളും ഭാരങ്ങളും എല്ലാം കർത്താവിനെ മേലെ ഇട്ടുകൊടുക്കുകയും ആ അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതുപോലെ എന്തെങ്കിലും വീഴ്ചകള്, ഒരു വിഷയം, ഒരു പാപങ്ങൾ, കർത്താവിന്റെ മുമ്പാകെ ജീവിതത്തിന്റെ ആ ഒരു സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള ചില മനോഭാവങ്ങളോ അശുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളോ, ചില അസൂയയും ചില പകയോ വിദ്വേഷമോ കോപമോ അല്ലെങ്കിൽ ചിലപ്പോൾ ആകുല ചിന്തകള്, അതും ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് കർത്താവെ ഇപ്പൊ നമ്മള് പാപികളാണ്, നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് റോമർ 3:23 പറയുമ്പോൾ നമ്മൾ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ യേശുവിന്റെ ആ നിർമ്മലതയ്ക്ക് മുമ്പായിട്ട് നമ്മളെല്ലാവരും അശുദ്ധ പാപികളാണ്. പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നവരാകുമ്പം പലരും വിചാരിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നേ, അതൊരു എന്താ പറയുന്നത്, മുറ്റത്ത് മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലൊക്കെ വചനത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ആയി പോകാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊരു കർത്താവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല വന്നത്, മറിച്ച് ആർക്ക് വേണ്ടി വന്നത്? പാപികൾക്ക് വേണ്ടിയാ വന്നത്. നമ്മള് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ജൈനനായാലും പാഴ്സിയായാലും ബുദ്ധിസ്റ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടയാണെങ്കിലും ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ടേ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറഞ്ഞ് ദൈവത്തിന്റെ വലിയ സമാധാനം അത് നിറഞ്ഞു കവിഞ്ഞ് അത് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ദേഹിയുടെ തലത്തിലേക്ക് ഒഴുകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാനസിക ആരോഗ്യം വരുന്നത്. ശരിയാണ്, മനസ്സിന്റെ ആരോഗ്യത്തിന്റെ വല്ലാതെ ഭയങ്ങളും സംശയങ്ങളും വല്ലാതെ വിഷാദവും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെതായ കൗൺസിലിങ്ങും അതിൻ്റെതായ ചില തരത്തിലുള്ള ചില മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ വല്ലാതെ ഓവർവെൽമിംഗ് ആയിട്ട് അവർക്കങ്ങ് അതുപോലെ അങ്ങ് പ്രാർത്ഥിച്ചിട്ടും അങ്ങ് റിലീഫ് കിട്ടാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെതായ കൗൺസിലിങ്ങും മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ആവശ്യമുണ്ട്. എന്നാൽ അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആത്മീയ ആരോഗ്യം, മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആത്മാവിലേക്ക് യേശു കർത്താവ് തന്നെ വന്ന് നിറയണം. യേശു കർത്താവ് എങ്ങനെ വന്ന് നിറഞ്ഞ? ദൈവത്തിന്റെ ആത്മാവാണ്. യേശു കർത്താവ് ഇന്ന് അക്ഷരികമായിട്ട് പറഞ്ഞ പിതാവിന്റെ വലതുഭാഗത്ത് അവിടെ സ്വർഗത്തിലിരിക്കുക. എന്നാൽ ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഭൂമിയിലേക്ക് ആ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിന്റെ പളിങ്ങ് നദി ഒഴുകുന്നതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം 22 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് വരണമെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധമാകണം. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ പല ഭാരങ്ങളോ അശുദ്ധികളോ പാവക്കറകളോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു കുഞ്ഞുങ്ങള് പാലിയോ ചായയോ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു അഴുക്ക് ഗ്ലാസ്സിനകത്ത് എടുത്ത് ഒഴിച്ചു കൊടുക്കും? ഇല്ല, നമ്മൾ ആദ്യം ഗ്ലാസ് കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കഴുകും, അതിനുശേഷമേ എന്തെങ്കിലും കുടിക്കാനുള്ളത് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നമ്മളുടെ മനസാക്ഷി ആദ്യം ഒന്ന് കഴുകപ്പെടണം. കഴുകപ്പെടാനായിട്ട് ഏത് ഡിറ്റർജന്റ് ഉപയോഗിക്കണം? ഏരിയൽ ഉപയോഗിക്കണം, സർഫെക്സിൽ ഉപയോഗിക്കണം. ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കഴുകത്തില്ല. നിങ്ങളുടെ സഹോദരിമാരായതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഏതാണ് ഡോക്ടർ വാഷ് വേണോ ഏത് വേണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. പക്ഷെ ഇത് ആ ഡിറ്റർജന്റ് ഒന്നും പറ്റത്തില്ല. ഇത് യേശുവിന്റെ രക്തമാകുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാലേ ഈ പാപക്കറ നമ്മളല്ലാതെ നമ്മളുടേതായ എന്തെങ്കിലും പുണ്യപ്രവർത്തികളോ, നമ്മൾ കുറച്ച് ദാനം കൊടുക്കാം, കുറച്ച് പൈസ കൊടുക്കാം, കുറച്ച് മതപരമായിട്ടുള്ള കുറച്ച് ആചാരങ്ങളെ കുർബാന കുറച്ച് അത് ചെയ്യുക, ഇത് ചെയ്യാം, കുറച്ച് നേർച്ച ചെയ്യുക, അത് ചെയ്യാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടൊന്നും നമ്മളുടെ പാപക്കറകള് ക്ഷമിക്കപ്പെടത്തില്ല. മറിച്ച് യേശുവിന്റെ രക്തം നമ്മളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണമെങ്കിൽ ആ ഗ്ലാസ് കഴുകിയാലേ അതിനകത്ത് ദൈവാത്മാവാകുന്ന ആ ദൈവാത്മാവിന്റെ ജീവജലം ഒഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ ഗ്ലാസ് കഴുകപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തൊരു മനസ്താപത്തോടെ കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അവിടുന്ന് കാൽവരി കുരിശിൽ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളതല്ല, മറിച്ച് കർത്താവേ എനിക്ക് വേണ്ടിയാ മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടിയാ മരിച്ചെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ കേട്ട ഒരു കഥ അതിന്റെ ഒരു ഗൗരവം പറയുന്ന ദൈവം നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണത്തെ ഊന്നി പറയുന്ന ഒരു കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. അപ്പൊ ആ കഥ ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. അപ്പോ സുഹൃത്തുമായിട്ട് ഞാൻ ഒരിടത്ത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ ഇങ്ങനെ വളവില്ല റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നേ. അപ്പൊ ഞാനങ്ങ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോഴത്തേക്കും വലിയൊരു ട്രക്ക്, വലിയ ഒരു 60-70 സ്പീഡില്
ഒരു വലിയ ട്രക്ക് ഇങ്ങനെ പാഞ്ഞു വരുക. പക്ഷെ ഞാനത് കണ്ടില്ല, എന്റെ സുഹൃത്ത് അത് കണ്ടു. സുഹൃത്ത് എന്നെ പിടിച്ചങ്ങ് അതിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കും സുഹൃത്തിന്റെ കാല് രണ്ടും ഈ ട്രക്ക് വന്നങ്ങ് അരഞ്ഞു പോയി. എന്നിരിക്കട്ടെ, ഞാനത് സങ്കല്പ കഥ പറയുക. അപ്പൊ ആ രണ്ട് കാലും എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ രണ്ട് കാലും അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സുഹൃത്തിനെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ ആ സുഹൃത്തിനെ ചെന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ എന്താ ആ സുഹൃത്തിനോട് പറയുന്നത്? കൊള്ളാം, താങ്ക് യു, ബൈ ബൈ, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വന്ന് കണ്ടോളാം എന്നൊക്കെ ആണോ പറയുന്നത്? നിന്റെ രണ്ട് കാലുകളെ എനിക്കായിട്ടാ രണ്ട് കാലുകൾ നീ അത് എനിക്കായിട്ട് ഹോമിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്റെ കാലുകളായിരിക്കും. എനിക്ക് നീ എവിടെ എങ്ങോട്ട് പോകണോ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എപ്പോഴും നിനക്ക് ആ കാലുകൾക്ക് പകരമായിട്ട് ഞാൻ ഇവിടെ കാണും എന്ന് നമ്മൾ ആ സുഹൃത്തിനോട് പറഞ്ഞാൽ അതിൽ അധികം പറ്റല്ല. ഒരു റീസണബിൾ ആയിട്ടുള്ള യുക്തിപരമായിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്നത് പോലെ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു 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 എന്ന് നമ്മളെല്ലാവരും പറയുന്നില്ല. കർത്താവ് മരിച്ചത് ഇതിനു വേണ്ടി. കർത്താവ് തന്റെ ജീവനെ അങ്ങ് തന്നു നമുക്ക് വേണ്ടി. കർത്താവ് തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി അങ്ങ് തന്നു. കർത്താവ് ആ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയില് അന്ത്യത്താഴത്തില് അപ്പം എടുത്ത് നുറുക്കി ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞ് തരുമ്പോ കർത്താവ് തന്റെ ശരീരത്തെ തന്നെ അങ്ങ് നമുക്ക് നുറുക്കി അങ്ങ് തരുക. അപ്പൊ കർത്താവിന് ഇന്ന് ഏത് ശരീരമാണ് ഉള്ളേ? ഇന്ന് നമ്മളുടെ ശരീരമാണ് കർത്താവിന് ജീവിക്കാനായിട്ട് വേണ്ടത്. അപ്പൊ ഇപ്പം ആ സുഹൃത്തിന്റെ ആ സുഹൃത്തിന്റെ കാലായിരിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവിന് പുനരുദ്ധാന ശരീരത്തോടു കൂടിയ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഭൂമിയില് കർത്താവിനെ ഒരു ശരീരമായിട്ട് വസിക്കാനായിട്ട്, കർത്താവിന്റെ ഒരു ആലയമായിട്ട് വസിക്കാനായിട്ട് ദൈവം നമ്മളുടെ ശരീരത്തെ കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 6:19 2 കൊരിന്ത്യർ 6:16 ഒക്കെ നിങ്ങൾ ആകുന്നു ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നു. നിങ്ങളാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു എന്ന് 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മളുടെ ശരീരത്തില് കർത്താവിന് വസിക്കുവാനായിട്ട് കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടിയാ, കർത്താവെ അവിടുന്ന് ജീവൻ തന്നെ. ആ സുഹൃത്ത് ഒരു കാല് പോയ ആ സുഹൃത്തിനോട് നമുക്ക് എത്ര അധികം നന്ദി തോന്നുമോ? അപ്പോ എത്ര അധികം നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ കർത്താവിനോട്. കർത്താവ് തന്റെ അവസാനത്തുള്ള രക്തവും ആ വിലാവ് നെഞ്ചെല്ലാം പൊട്ടിക്കീറി അവസാനത്തുള്ള രക്തവും ഒഴുക്കപ്പെട്ടപ്പോ തന്റെ പ്രാണൻ സമ്പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തപ്പോ കർത്താവ് തന്റെ ശരീരത്തെ തന്നെ മുറിച്ച് തന്റെ രക്തത്തെ ഊറ്റി നമുക്കായിട്ട് തന്നതാണ്. നമ്മള് ഇന്ന് യേശുവിനെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എന്റെ ശരീരമാണ് വേണ്ടത്. നമ്മളുടെ വീട്ടിലാവട്ടെ, നമ്മുടെ അയൽവക്കത്താവട്ടെ, നമ്മുടെ സഭയിലാവട്ടെ, നമ്മുടെ കുടിവരവുകളിലൊക്കെ യേശുവിനെ വഹിക്കുന്നവരായിട്ട് നമ്മള് അങ്ങനെ ആയിത്തീരണം. അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ എന്തെങ്കിലും തീരെ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു പരിധിയിൽ വർത്തമാനമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. അപ്പൊ അങ്ങനെ യേശുവിനെ വഹിക്കുന്നതിനായിട്ട് നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മള് എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് യാഗമായി തീർന്നത്. വേറെ ഒരു പാപി ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും അവിടുന്ന് എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തിപരമായിട്ട് നമ്മൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. കർത്താവ് ഇനി വേറെ ഒരു പാപി ലോകത്തില്ലായിരുന്നു, ഞാൻ മാത്രമേ പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും എനിക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം യേശു കർത്താവ് എന്നെ അത്രയധികം വ്യക്തിപരമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവെ ഞാനാണ് പാപി, കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റേ, പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കത്തില്ല കർത്താവെ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി അവിടുത്തെ വചനപ്രകാരം ജീവിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ എന്റെ ജീവിതത്തിലെ ഡ്രൈവിംഗ് സീറ്റ് ഇതുവരെ എനിക്ക് ഇഷ്ടമുള്ളവണക്ക് ഞാൻ സമയം ചെലവഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പറയും, എനിക്ക് ഇഷ്ടമുള്ള ചിന്തകൾ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണം ചെലവഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇനി കർത്താവെ അവിടുന്ന് എന്റെ ജീവിതത്തിലെ ഡ്രൈവിംഗ് സീറ്റ് എന്നെ ഏറ്റെടുക്കണം. കർത്താവെ അവിടുന്ന് എന്നെ നിയന്ത്രിക്കണം. ഞാൻ എന്നെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടാണ് വലിയൊരു സ്വാതന്ത്ര്യമുള്ളത്, ഒരു വലിയൊരു വിടുതൽ. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല, സ്വാതന്ത്ര്യമേതും അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല, സ്വാതന്ത്ര്യം ഏറെ. അന്ത്യശ്വാസം ഓമ്പരീതൻ വേല ചെയ്യും ഞാൻ, തൃപ്പാദം സേവ ചെയ്യും ഞാൻ. അന്ത്യശ്വാസം ഓമ്പരീതൻ
വീട് ചെയ്യും ഞാൻ തൃപ്പാദം സേവ ചെയ്യും ഞാൻ സ്നേഹ ചരടുകളാലിന്നി യേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശു പിന്നെയും നീച്ചു താനെല്ലാം തന്നിലർപ്പിച്ചു. പഴയൊരു പാട്ടായിരിക്കും. അത്ര നന്നായിട്ട് പാടാനൊന്നും അറിയത്തില്ല. എന്റെ വൈഫ് നന്നായിട്ട് പാടും. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് പലപ്പോഴും പാട്ടൊക്കെ പാടി ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്റെ വൈഫ് ഡോക്ടർ തന്നെ, ശ്രീകല എന്ന പേര്. ശ്രീകല ഇതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നയാളാണ്. അപ്പം ഞാനും ശ്രീകല കൂടെ പാടിയ പാട്ട് നിങ്ങൾ ആ ഡോക്ടർ സന്ദീപ് സൈക്കാട്രിസ്റ്റ് എറണാകുളത്ത് ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ എന്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പാടിയൊരു പാട്ട് ഒരു 10-15 ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത് അങ്ങേപ്പോലെ ആരുള്ള ദൈവമേ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ, യേശുവേ അങ്ങേക്ക് ആരാധന എന്ന് പറഞ്ഞ പാട്ടൊക്കെ. ഞാൻ പറഞ്ഞു വെച്ചാൽ അവൻ അടിമ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം പോലെ വേറെ സ്വാതന്ത്ര്യമില്ല. അപ്പോ കർത്താവിന്റെ ഒരു അടിമയായിട്ട് കർത്താവ് എന്നെ തന്നെ തരുന്നു. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം, അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിനെ ഡ്രൈവിംഗ് സീറ്റ് ആ കർത്തൃത്വം കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്കൊരു പുതുജീവൻ തരും. പുതിയൊരു ആത്മാവ്, പുതിയൊരു ജീവൻ, പുതിയൊരു സന്തോഷം, പുതിയൊരു പ്രത്യാശ. അത് ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദേഹിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ചിന്തകളും വികാരങ്ങളും എല്ലാം തീരുമാനങ്ങളും എല്ലാം ഈ കർത്താവിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് അധികമായിട്ട് വരുന്ന ഒരു കാര്യത്തിലേക്ക് അത് വരും. അപ്പൊ അതാ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പല ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒരു മതചട്ടക്കൂടിന് ഉപരിയായിട്ട് യേശുവിന് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്ന് നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നു, ക്ഷമ ചോദിക്കാൻ പറ്റുന്നു. നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സാക്ഷിയുടെ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് എത്രയും നേരത്തെ ക്ഷമ ചോദിക്കണം. നമുക്ക് വിളിച്ചെങ്കിലും നമുക്ക് ക്ഷമ ചോദിക്കണം. അപ്പം ക്ഷമ ചോദിക്കും ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കളോടായിരിക്കും, ചിലപ്പോൾ അപ്പനന്മാരോടായിരിക്കും. നമ്മൾ എന്തെങ്കിലും അവരെ മുറിപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു അന്നത്തെ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതോ അങ്ങനെ ആരെങ്കിലുമായിട്ട് നമുക്കൊരു, അത് ഞാൻ പറയുന്ന കാര്യമല്ല, മത്തായി 5:23-24 വാക്യങ്ങളിൽ നിങ്ങളൊരു യാഗം അർപ്പിക്കാനായിട്ട് വരുമ്പോൾ അവിടെ വെച്ച് നിങ്ങളെ ഓർക്കുകയാണ്, നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെന്ന് അവരോട് നിരപ്പ് പ്രാപിക്കുക, അതിന് ശേഷം വന്ന് യാഗം അർപ്പിക്കാൻ യേശു പറഞ്ഞു. അല്ലാതെ നമ്മളെ യാഗം അർപ്പിച്ച അത് ഈ സീലിംഗ് തട്ട് താഴോട്ട് നിർത്തേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനയോ നമ്മൾ എന്തെല്ലാം കർത്താവിന് ചെയ്യുന്നതോ എല്ലാം വ്യർത്ഥമായി പോകത്തേ ഉള്ളൂ. പക്ഷെ ആരോടെങ്കിലും നമ്മൾ മുറപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു പക്ഷെ നമുക്ക് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങൾ കാണും. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി ആരെങ്കിലും നമ്മൾ മുറപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മൾ പറഞ്ഞതോ പറയാത്തതോ ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യം കൊണ്ട് ആരെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങ് വിളിച്ചോ, അവരെ ചെന്ന് സോറി ഞാൻ അങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് പോലും ഓർമ്മയില്ലായിരിക്കും. ചിലപ്പോൾ അവർ നമ്മളെ കളിയാക്കി വരുമ്പോൾ നീ വലിയ ക്ഷമ ചോദിക്കാൻ വന്നേക്കും. പക്ഷെ എങ്കിലും ചിലപ്പോൾ അവർക്കത് വലിയ അത്ഭുതമായിരിക്കും. നല്ല ആ സൗകര്യനോട് അങ്ങനെ വന്ന് ക്ഷമ ചോദിച്ചല്ലോ, അവരുടെ ജീവിതത്തിൽ അതൊരു പുത്തൻ ഉണർവായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങ് ക്ഷമിച്ച് ആരോടെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിച്ച് എന്തെങ്കിലും നമ്മുടെ മനസാക്ഷിയെ കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് തിരിച്ചു കൊടുത്ത് നല്ല മനസാക്ഷിയോടെ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ നിർമ്മല കാന്തയായിട്ട് എടുക്കപ്പെടുവാൻ പറ്റുമെന്ന് ഒരുക്കമുള്ളവരാകാൻ അതാ യഥാർത്ഥത്തിലുള്ള മനസ്സിന്റെ ആരോഗ്യം. അത് നമ്മളുടെ ആകുല ചിന്തകളോ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വലിയ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങൾ എത്രമാത്രം കുറവുള്ളവരാണെന്ന് അങ്ങ് അറിയുന്നു. അവിടുത്തെ ഞങ്ങൾ മനുഷ്യരുണ്ടല്ലോ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, ഞങ്ങൾ പാപങ്ങളെ എല്ലാം ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവ് എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ആരോടും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളത് ഓർപ്പിക്കണേ. കർത്താവ് നേട്ടം ചെയ്യും, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കായിട്ട് ശക്തിയിൽ അവിടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. കർത്താവ് നല്ല മനസാക്ഷിയുടെ അവിടുത്തെ മുമ്പാകെ ഒരു പുതു തുടക്കമായിട്ട് കർത്താവെ ഒരു പുതിയ തുടക്കം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് കരുവിൽ കുരിശിൽ നൊന്തുമേറിയപ്പെടാൻ ചൊരിഞ്ഞ് ആ രക്തം ചൊരിഞ്ഞ് മരിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ, അത് ഞങ്ങൾ ഓരോരുത്തരും ഇത് എനിക്കായിട്ടാണെന്ന് കർത്താവെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്തെ നിറയ്ക്കണം. അവിടുത്തെ ഉള്ള ഒരാളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലെ കർത്താവ് വരുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനത്തെ വിലമതിക്കുവാൻ, ആ വചനത്തെ ദിവസവും ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇട്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണം. മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അനേകർക്ക് കർത്താവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാം കർത്താവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
കർത്താവിനെ സഹായിച്ചിട്ട് അവിടെ ഞങ്ങൾ നിറച്ചാട്ടെ പ്രിയപ്പെട്ടവരെ ഗ്രൂപ്പിലേക്ക് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബന്ധിച്ച് അവിടെ തന്നെ ഓരോരുത്തരെയും വിടുവിക്കണം. കർത്താവെ വലിയ സ്വാതന്ത്ര്യത്തിലേക്കും വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വലിയ മനസ്സിന്റെ ആത്മാവിന്റെ ആരോഗ്യത്തിലേക്കും വരുവാനുള്ള ഓരോരുത്തരെയും സഹായിച്ചാട്ടെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. കർത്താവെ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് എല്ലാ ഭാരവാഹികളെല്ലാം ഒക്കെ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചാട്ടെ. നന്ദി കർത്താവിന് അവിടെ നാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാം യേശു കർത്താവിന്റെ വലിയ മാതൃകയുള്ള നാമത്തെ. എന്തെങ്കിലും ചെറിയ ചോദ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്ത് സാറേ? പനി, നമ്മുടെ ഫീവർ. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ചിലർക്കാണെങ്കിൽ എക്സാം ആവുമ്പോൾ അങ്ങ് പരീക്ഷാ പനി എന്ന് പറയുമല്ലോ. ഇപ്പം ഇൻഫെക്ഷൻ കാരണമാണ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുന്നത്. പക്ഷെ പലപ്പോഴും ഈ സ്ട്രെസ് കൂടുമ്പോൾ, മനസ്സിന്റെ ആ ഒരു സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ, നമ്മുടെ ആ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ ചില ചെറിയ വൈറൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് അങ്ങ് കൂടി അതൊരു പനിയായിട്ട് അങ്ങനെ മാനിഫെസ്റ്റഡ് ആവുന്നതായിട്ടുണ്ട്. അപ്പൊ പനിക്കൊക്കെ നമ്മള് പനിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം. പക്ഷെ ഈ കൂടെ ഇതുപോലെയൊക്കെ ഈ പലപ്പോഴും ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഈ എക്സാം സീസൺ ആകുമ്പോഴത്തേക്ക് അവർക്ക് 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് എപ്പോഴും പനിയാണ്. എന്ന് വെച്ചാൽ അവര് മനഃപൂർവ്വം പനിയായിട്ട് അഭിനയിക്കുന്നതല്ല, പലപ്പോഴും ഈ അല്ലാതെ മാതാപിതാക്കളുടെ സ്ട്രെസ് അതായതൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പല അലർജിയും ഇതുമൊക്കെ പനിയായിട്ട് അങ്ങനെ ഒരു പരീക്ഷാ പനി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പം ഇതുപോലെയൊക്കെയുള്ള വല്ലാതെ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ പനി കൂടാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലുമൊക്കെ നമ്മളുടെ കാര്യങ്ങൾ അങ്ങ് കൺട്രോള് വിട്ടുപോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും ഒരുപക്ഷെ. കൊച്ചുനാളിലോ അങ്ങനെയൊക്കെ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഈ മഴയും കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ ഓർമ്മ വെക്കുന്ന കാലത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായതിന്റെ ചെറിയ ഓർമ്മകളൊക്കെ ബോധ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനത്തെ കെട്ടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ഒരു കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഈ കാർമേഘവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ മൂടി വരുമ്പോ ഒരു നമ്മൾ അതെ അതെ. അപ്പൊ ഒരു നമ്മുടെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, നെഗറ്റീവായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു തോന്നലുകൾ നമുക്ക് വരാം. പക്ഷെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാ പിന്നെ അങ്ങ് നമ്മുടെ കൺട്രോൾ വിട്ട് പോകുന്നതായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് വന്നാലും നെഗറ്റീവായിട്ടുള്ള തോന്നലുകൾ വന്നാലും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുക. അതെ അതെ. പിന്നെ അതങ്ങ് വല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ പോകുന്ന രീതിയിലുള്ള വല്ലാതെ പ്രയാസവും കൂടെ വല്ലാതെ പ്രയാസം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ആന്റി ഡിപ്രസൻസ് ഒക്കെ കുറച്ച് നാളത്തേക്ക്, കുറച്ച് 2-3 മാസം 3 മാസമൊക്കെ കഴിച്ച് നല്ലത് ഫ്രീ ആയി വീണ്ടും പിന്നെ നമുക്ക് പതുക്കെ കുറച്ച് ഉണ്ടെന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ, അങ്ങനെ വല്ലാതൊരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിയായിട്ട് മക്കളോട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒന്ന് വിളിച്ചൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ഡോസ് ഒരു 10 മില്ലിഗ്രാമിന്റെ ചെറിയ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തന്നാലും, പിന്നെ കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ തന്നാൽ, പിന്നെ അതിന്റെ കൂടെ നമ്മൾ തൈറോയിഡും വൈറ്റമിൻ ലെവൽസും ഹീമോഗ്ലോബിൻ അങ്ങനെ പൊതുവായിട്ടുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്യും. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടും മനസ്സിന്റെ ഒരു അലട്ടൽ വന്നുകൂടുന്നില്ല. ചിലപ്പോൾ വൈറ്റമിൻ ലെവൽസിലുള്ള ചില വ്യതിയാനങ്ങൾ, തൈറോയിഡിന്റെ ചില പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ചില ഹോർമോണൽ ചേഞ്ചസ്, ഹീമോഗ്ലോബിന്റെ വല്ലാതെയുള്ള കുറവുകളോ അങ്ങനെയൊക്കെ ഉള്ളതും നമ്മളുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിൻ്റെതായിട്ട് ആരംഭത്തിലൊക്കെ തന്നെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ഫീലിങ്സ് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള തോന്നലുകൾ, വികാരങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിലങ്ങ് അടിപ്പെട്ടു പോകും. പക്ഷെ അപ്പൊ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ കർത്താവിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ജോലികളുമായിട്ട് മനസ്സെപ്പോഴും അങ്ങ് വ്യാപൃതമായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഐഡിയൽ മൈൻഡ് സെറ്റ് ഡെവിൾസ് വർക്ക്ഷോപ്പ്, മടിയനെ മനസ്സിൽ വിചാരം പണിപ്പുരെന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒന്ന് കാണുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ലെങ്കിൽ നമ്മള് വീട്ടിൽ പണി തന്നെ ഒത്തിരി കാണും. പിന്നെ എന്തെങ്കിലും നമ്മളൊന്ന് ബുക്ക് വായിക്കുവോ, എന്തെങ്കിലും പത്രം വായിക്കുവോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുവോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെടി നടുവോ, ചെറിയ ചീര നടുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പ്രയോജനമുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മുടെ മനസ്സൊന്ന് വ്യാപൃതമായിട്ട് അങ്ങ് വെക്കുവാണെങ്കിൽ, നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ചിന്തകളൊക്കെ വല്ലാതെ അങ്ങ് കാട് കയറുന്നത്. അപ്പം എന്തെങ്കിലും പല കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സെപ്പെടുന്ന വ്യാപൃതമായിട്ട് വെക്കാൻ ശീലിക്കൂ. പിന്നെ ഈ പറഞ്ഞുകൊണ്ടൊക്കെ നെഗറ്റീവായിട്ട് ചിന്തകൾ വരുമ്പോൾ തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾ തന്നെ പുസ്തകങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് വിശ്വാസത്തിലും നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കുവിൻ. എബ്രായർ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ആശ്വാസമാണ്. കർത്താവ് കാറ്റിനെയും കോളിനെയും എല്ലാം അടക്കിയ കർത്താവല്ലേ. അപ്പം കാറ്റും കോളും വരുമ്പോഴും പീസിൽ ശാന്തമാവുക എന്നുള്ള കർത്താവിന്റെ കൽപ്പന നമ്മുടെ ഹൃദയത്തിന്റെ കാറ്റും കോളും ഒക്കെ അങ്ങ് അടങ്ങും. അതുകൊണ്ട് വിഷമിക്കേണ്ട, ഭാരപ്പെട്ട കാര്യമില്ല. പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കി അങ്ങ് പോവുക. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
അതെ അതെ ആ പേടി നമ്മളെ അതിജീവിക്കണമല്ലോ അല്ലേ? പേടി അതായത് മറ്റുള്ളവരുടെ മുമ്പ് വെച്ചൊരു നാല് വാക്ക് പറയാനൊക്കെ പലപ്പോഴും പലർക്കും ഒരു അത് നമ്മൾ പലപ്പോഴും അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇന്നലെ അതെ ഇന്നലെ അയർലൻഡിൽ നിന്നുള്ളൊരു 30 വയസ്സുള്ള ഒരു പെൺകൊച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി നല്ല മിടിക്കുക, ഭയങ്കര എല്ലാ ഏബിൾ എഫിഷ്യന്റും ഒക്കെയാ. അപ്പൊ പക്ഷേ ഡോക്ടറെ ഇങ്ങനെ നാലാള് കൂടുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഭയങ്കര പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇന്നലത്തെ കൺസൾട്ടേഷൻ ആയിരുന്നു ഞാൻ പറയുന്നത്. അപ്പൊ ഞാന് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷെ അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഈ മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനെ കുറച്ച് ഞാൻ തന്നെ സംസാരിച്ച് കുറച്ച് യൂട്യൂബ് വീഡിയോ ലിങ്ക്സും സോഷ്യൽ മീഡിയ ലിങ്ക്സും ഒക്കെ അയച്ചു കൊടുത്തു. മെയിനായിട്ട് അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഫിയർ ഓഫ് സ്ക്രൂട്ടിനി, ബാക്കിയോട് എന്ത് വിചാരിക്കും, ഇപ്പം അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആ മറ്റുള്ളവരുടെ ഈ നമ്മൾ വിചാരിക്കും അവരെന്ത് വിചാരിക്കും, അവര് വിചാരിക്കും നമ്മളെന്ത് വിചാരിക്കും. ഇത്രയേ ഉള്ളൂ. അതാണ് ലോകം. ഈ മനുഷ്യരെ പേടി എന്നുള്ളൊരു കാര്യം അത് നമുക്ക് എല്ലാവർക്കും ഈവൻ ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞാലും ഞാൻ പൊതുവെ അങ്ങനെ വളരെ അന്തർമുഖനായ ഒരു വ്യക്തിയാണ്. പക്ഷെ യേശുവിലേക്ക് വന്ന ദൈവം എന്നെ വലിയൊരു വിടുതലും കാര്യങ്ങളൊക്കെ ഇന്നിപ്പം പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചാൽ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും പല ഈ മത്സരങ്ങളിലൊക്കെ ചേരും, പദ്യപാരായണം അതുപോലൊക്കെ ചേരും. പക്ഷെ പ്രസംഗത്തിന് ചേരാൻ മാത്രം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അമ്മ എന്നെ നിർബന്ധിച്ച് ഇതിനോട് ചേരാൻ പറഞ്ഞപ്പോ പ്രസംഗം വെച്ച് ബാക്കി എന്തെങ്കിലും ചേരാം എന്ന് പറയുമായിരുന്നു. എന്നാ ഇപ്പൊ അമ്മേനെ കളിയാക്കുന്ന വെച്ച് പോകുന്നു, നിനക്കിപ്പോ പ്രസംഗിക്കായിരുന്നിട്ട് നേരെ എടുത്തിട്ട് എല്ലാ ദിവസവും എന്ത് സൂമില് പ്രസംഗം, പിന്നെ അവിടെ പോയി പ്രസംഗം, ഇവിടെ പോയി പ്രസംഗം, ഇപ്പൊ മറ്റേ ചോക്കോടെ ചോക്കാണ് കളിയാക്കാറുണ്ട്. പക്ഷെ അത് ദൈവം അത് മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിശുദ്ധ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇന്നലെ ഞാനത് ആരോട് ഇന്നലെ ആ വാക്യം തന്നെ കോട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. 1 യോഹന്നാൻ 4:18 വാക്യമാണ് ഇന്നലെ ഒരു 10-67 വയസ്സുള്ള ഒരു അമ്മച്ചി നിരണത്തു നിന്ന് കൺസൾട്ടേഷൻ വന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭയങ്കര പേടിയും ഭയവും സംശയവും കാര്യങ്ങളും. അപ്പൊ ഞാൻ 1 യോഹന്നാൻ 4:18 വാക്യം പറഞ്ഞു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 2 തിമോത്തിയോസ് 1 വാക്യത്തിൽ പറയുന്നത് ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയം, നമ്മുടെ ഹാർട്ട് ഒരു കപ്പിനോട് ഉപമിക്കുകയാണെങ്കിൽ, നമ്മളുടെ ദേഹി ഒരു കപ്പിനോട് ഉപമിക്കുകയാണെങ്കിൽ, കപ്പ് എം ടി ആയിട്ടിരുന്ന അതിനകത്ത് വായുവുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് ചുമ്മാ നമ്മള് വെറുതെ സ്വാഭാവികമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ നെഗറ്റീവ് ചിന്തകൾ, അതെന്താവും ഇതെന്താവും, പല ആകുല ചിന്തകൾ, പല വിഷയം. പക്ഷെ അത് നിറയുവാണെങ്കിൽ, അത് ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പോലെ ആ സ്നേഹം അത് നിറയുവാണെങ്കിൽ, വെള്ളം ഇപ്പൊ ഈ അതിനകത്ത് വായു എങ്ങനെ എം ടി ചെയ്യാൻ ഒക്കും? നമ്മൾ എത്ര വാക്യൂം ഉപയോഗിച്ചാലും കുറച്ച് റെസിഡ്യൂവൽ എയർ കാണും. എന്നാൽ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചാൽ അതിന്റെ ഉള്ളിലുള്ള വായു എല്ലാം അങ്ങ് ഡിസ്പ്ലേസ്ഡ് ആവും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിലെ ആ നെഗറ്റീവ് ഫീലിങ്സ്, മറ്റുള്ളവരെന്ത് പറയും, ആകുല ചിന്തകൾ, അത് ഇതെന്നൊക്കെ എങ്ങനെ മാറുന്നു ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അങ്ങ് നിറയണം. അപ്പൊ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്തയാണ് ദൈവഭാഗ്യം അങ്ങ് സമർപ്പിച്ച് കേട്ടത്. അങ്ങനെ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ളവര് അവര് അവരെന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് മനുഷ്യരെ പേടിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് സത്യം ഒന്ന് നേരായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മനസാക്ഷിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മളത് ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാനും എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യം എടുക്കണം. അതെ. ഇത് ആ ടീനേജ് പ്രായമാകുമ്പോഴത്തേക്കും 13 വയസ്സ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ടീനേജ് പ്രായമായി. 12 എന്ന് പറയുമ്പോൾ 12, 12 13 ടീൻ. അപ്പൊ 13, 14, 15 അങ്ങനെ 19 വരെ, 13 to 19 ടീനേജ് പ്രായം എന്ന് പറയുന്നത്. ടീനേജ് ആകുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് അവരുടെ ബോഡിയിൽ തന്നെ ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് വരും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. പെൺകുട്ടികൾക്ക് പ്രായം ഒരു ഏജ് അറ്റൈൻ ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ ആൺകുട്ടികൾക്കായാലും അവരുടേതായ ഒരു പെട്ടെന്ന് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഒക്കെ പെട്ടെന്ന് ഒരു സർജ് ആയിട്ട് വരുന്ന ഒരു പ്രായം. അപ്പം അവര് കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയാം, എന്നാൽ അവരുടെ വിചാരം അവരങ്ങ് വലുതായി. അപ്പൊ അവര് ഈ അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ഈ അച്ഛനൊന്നും അറിയത്തില്ല, അവരൊക്കെ ഓൾഡ് ഫാഷനാ, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്നുള്ളൊരു പെട്ടെന്നുള്ള ഒരു തോന്നലിലേക്ക് അവർ വരുമ്പോൾ, അപ്പൊ അവരെ നമ്മള് മാക്സിമം അങ്ങ് അവരുടെ ഫ്രണ്ട്സ് ആവാൻ, അതായത് ഈ തെറ്റായിട്ടുള്ള ആ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതിരിക്കുന്ന, അനുസരണക്കേടൊന്നും കാണിക്കാതിരിക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളാവാൻ വേണ്ടി ബാക്കിയുള്ള ഈ നെഗറ്റീവ് ബാഡ് ബിഹേവിയേഴ്സ് ഇല്ലാത്ത സമയത്ത് അവരെ അങ്ങ് ചേർത്ത് നിർത്താനും, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും, അവരുടെ ഒന്ന് തലയിൽ കൊടുക്കാനും, അവരോട് ചേർന്ന് അവരുടെ ലെവലിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി വന്ന് അവരെ ഒന്ന് അപ്രീഷിയേറ്റ്, അവർ ചെയ്യുന്ന ചില എന്തെങ്കിലും ചെറിയ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ, ഈ നോട്ട്സ് എഴുതി നന്നായിട്ടുണ്ട് കേട്ടോ,
അല്ലെങ്കിൽ ആ നമുക്ക് മാത്രം മാർക്ക് കിട്ടിയില്ല. അപ്പൊ ചെറിയ നല്ല കാര്യങ്ങൾ നമ്മളെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് അനുസരിക്കുകയോ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും അഭിനന്ദിക്കാനും അങ്ങനെ അവരുടെ ഒന്ന് ഹൃദയം കവരാൻ, അവരുടെ ഒരു ഹാർട്ട് ഒന്ന് നേടാൻ വേണ്ടി, അവരുമായിട്ടുള്ള ഒരു നല്ലൊരു റാപ്പോയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് അതിന്റെ ഒരു വശം. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പിന്നെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ബാക്കി അനുസരണക്കേടൊക്കെ കാണിക്കുമ്പോൾ നമ്മള് ഫേമായിട്ട് പറയേണ്ടടുത്ത് നമ്മൾ നോ നോളെ അങ്ങനെയല്ല ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് നിൽക്കേണ്ടടുത്ത് ഫേമായിട്ട് നിൽക്കണം. ഹസ്ബൻഡിനോട് പറഞ്ഞ് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് അമ്മമാരെന്നുള്ള നിലയിൽ ആ കറക്ഷൻ അത്രയ്ക്ക് അവർക്ക് അങ്ങ് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോട് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അവരോട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഈ സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പ്രായമൊക്കെ ആവുമ്പോൾ ആ ഒരു 12 വയസ്സ്, ചില കുഞ്ഞുങ്ങൾക്ക് അതിന് മുമ്പേ ഏജ് അറ്റൻഡ് ചെയ്ത ഈ ടീനേജ് ആ ഒരു പ്യൂബർട്ടി അറ്റൻഡ് ചെയ്ത പിള്ളേരുണ്ട്. എന്നാൽ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ടിപ്പിക്കലായിട്ട് നമ്മുടെ ബോഡിയിൽ പല ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് മനസ്സിന് ഇതുപോലൊക്കെയുള്ള ചില ടെൻഷനും വെപ്രാളവും അല്ലെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നതാ. അപ്പൊ മോൾ അതൊന്ന് നിയന്ത്രിക്കണം. അത് നമ്മുടെ ചെറുതായിട്ട് നിരക്കുന്ന സ്വഭാവമല്ല. നമ്മുടെ ദൈവത്തിലെ മക്കളാവേണ്ടവരല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നമ്മൾ അതിന്റെ ഒരു ഗുണദോഷവശങ്ങളൊന്നും അവരെ പറഞ്ഞിരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതങ്ങ് വല്ലാതെ ഓവർവെൽമിംഗ് ആയിട്ട് അങ്ങ് വല്ലാതെ ഒരു പരിധി വിട്ട് പോകുന്നവണക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൗൺസിലിങ്ങോ ചിലപ്പോൾ ഒരു ചെറിയൊരു മെഡിസിൻസ് ഒക്കെ ഇപ്പം വല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യവും ആക്രോശവും എറിഞ്ഞു പൊട്ടിക്കലും അങ്ങനെയൊക്കെ വല്ലാതൊരു എക്സ്ട്രീമിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ മെഡിസിൻസ് ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടെന്ന് ദോഷമൊന്നുമില്ല. അതൊന്ന് എല്ലാം ഒന്ന് ശാന്തമായിട്ട് പിന്നെ നമുക്ക് പതുക്കെ തന്നെ പേപ്പർ ചെയ്ത് നിർത്തുന്ന രീതിയിലൊക്കെ അതൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മളായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന്, അതായത് ആ ഒരു സ്നേഹവും ടാർഗറ്റ്സും, ലവ് ആൻഡ് സ്ട്രിക്ട്നെസ് ഒന്ന് ബാലൻസിൽ കൊടുക്കാൻ തക്കവണ്ണം. അതായത് തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫമായിട്ട് കാര്യങ്ങൾ പറയുന്നു, പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഒത്തിരി സ്നേഹവും മനസ്സിലും അഭിനന്ദനവും അപ്രീസിയേഷനും ഒക്കെ ഒന്ന് കൊടുത്ത് അവരുടെ ഫ്രണ്ട്സ് ആവാനും അവരുടെ ആ ഒരു ഹൃദയം ഒന്ന് മനസ്സിലാക്കാനും, ഞാനായിരുന്നു എൻ്റെ മോളുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരിക്കും അമ്മ എന്നോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി. അപ്പൊ അപ്പയ്ക്ക് അമ്മയ്ക്ക് ഒന്നും എന്നെ മനസ്സിലാവുന്നില്ലെന്നായിരിക്കും ആ ടീനേജ് പ്രായമാകുമ്പോൾ അവരുടെ തോന്നല്. അപ്പം നമ്മൾ അവരുടെ ആ ഒരു ശരി, അവർക്ക് ഇപ്പൊ ഒരു സ്ട്രഗിൾ ഉള്ള ഒരു പ്രായമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് ഒന്ന് ഫ്രണ്ട്ലി ആവാനും, എന്നാൽ ഫേമായിട്ട് ചില കാര്യങ്ങൾ ഫേമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞെടുത്ത് നമ്മൾ പറയും ഒക്കെ ചെയ്യുന്ന ഒരു, ഇപ്പം ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടിക്കാനും ഒന്നും പറ്റാത്ത പ്രായമാണ്. ബാക്കി അതുവരെയൊക്കെ നമ്മൾ തെറ്റ് ചെയ്താൽ കുറച്ച് ഒരു വടിയൊക്കെ കാണിച്ച് ഒരു വേണമെന്നുണ്ടെങ്കിൽ 2 തട്ടൊക്കെ കൊടുക്കാവുന്ന പ്രായമായിരുന്നു ഒരു 12 വയസ്സ് വരെ. 12 വയസ്സിനൊക്കെ ശേഷം പിന്നെ നമ്മളങ്ങ് അടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അവരോടൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ബാക്കിയുള്ള സമയത്ത് മനസ്സിലാക്കാനും, പിന്നെ ഫേമായിട്ട് നിൽക്കേണ്ട സമയത്ത് നമ്മൾ ഫേമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുമ്പോഴേ കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസം വരും. അല്ലെങ്കിൽ അതിലും ഒന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗോ ചെറിയ എന്തെങ്കിലും ഒരു മെഡിസിൻസിന്റെ ഹെൽപ്പ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് അതിനൊക്കെ തേടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നേരെ നന്നായിട്ട് വരട്ടെ, ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി. ഓർമ്മ വരും. അല്ല അതെ 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 അത് ചോദിക്കാൻ തന്നെ അങ്ങ് മറന്നുപോയില്ലേ, അത് തന്നെ ഓർമ്മ കുറവാണ്. ചോദിക്കാൻ മറന്നുപോയത് തന്നെ. അല്ല അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ആ എന്തോ ഓർമ്മ പറയാൻ. അതെ അതെ അതെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ലേസിയ വയസ്സ് എത്ര? ഓക്കെ ഓക്കെ, എന്നാലും ഇത്രയൊക്കെ ഓർത്ത് പ്രായത്തിൽ ആരോഗ്യത്തോടെ വരാനൊക്കെ പറ്റിയല്ലേ. അപ്പം അല്ല, ചില പ്രായം ആവുന്നതോറും നമ്മളുടെ തലച്ചോറിലുള്ള പല ന്യൂറോണൽ കണക്ഷൻസിലൊക്കെ ഉള്ള ചില മാറ്റങ്ങളും അതിൻ്റെതായ ചില ഏജിങ് പ്രായത്തോടനുബന്ധിച്ച് ഓർമ്മ കുറച്ചൊരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത് അങ്ങനെ വെറുതെ വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ അതൊരു വല്ലാതൊരു ഓർമ്മക്കുറവ്, ഒരു ഡിമെൻഷ്യ, മേധാക്ഷയം അല്ലെങ്കിൽ മറവി രോഗത്തിന്റെ ലെവലിലേക്ക് പോയിക്കൂടുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച ആ ഓർമ്മ റീറ്റെയിൻ ഓർമ്മ വീണ്ടെടുക്കാൻ അത് നല്ലൊരു പരിധിവരെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മനസ്സിനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങള്, നമ്മളിപ്പോ ഒരു ദിവസം തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുന്നു. പിന്നെ പഴയ ആൽബംസ്, പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തെടുക്കാനും അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നു പറയുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ വചനം ഒന്ന് മനപ്പാഠ വചനം പഠിക്കാൻ വേണ്ടി ഒരു ഒരു ദിവസമൊന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വചനം മനപ്പാഠ വചനമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പാട്ട് പഠിക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു റെസിപ്പി ഉപയോഗിച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഒരു സ്കിൽസ് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്മളുടെ ആ
എന്താണ് പറയുന്നത്, പഴയ ആൽബംസ് നോക്കുന്ന കാര്യങ്ങളോ, ഇതുപോലെയൊക്കെയുള്ള പഴയ നമ്മുടെ സുഹൃത്ത് വലയങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നോക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യങ്ങൾ ആ ഒരു മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ തക്കവണ്ണം മനസ്സിന് ഒരു ചെറിയ ടാസ്കുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് ഓർമ്മയെ ഒരു നല്ല പരിധിവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് നമ്മൾ ഇപ്പം വയസ്സെല്ലുമ്പോഴത്തേക്കും അങ്ങ് നമ്മളൊരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങി, പിന്നെ നമ്മൾ വേറെ പള്ളിയിലും പോകുന്നില്ല, വേറെ യോഗത്തിനൊന്നും പോകുന്നില്ല, എനിക്ക് വയസ്സായി, എനിക്ക് വയ്യ, അങ്ങനെ അങ്ങ് മൂലയ്ക്ക് ഒതുങ്ങി ഒന്നും ചിന്തിക്കാതെ ഒന്നും പറയാതെ വലിയ തീരുമാനമൊന്നും എടുക്കാതെ അങ്ങനെ അങ്ങ് ഒതുങ്ങി പോകുന്നവർക്ക് പെട്ടെന്ന് അങ്ങ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആയിട്ട് പെട്ടെന്ന് അങ്ങ് വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷെ നമ്മളിപ്പം എല്ലാത്തിലും ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ സോഷ്യലൈസേഷൻ, നമ്മളിപ്പോ ഒരു നമ്മുടെ സഭായോഗങ്ങള്, പിന്നെന്താ ഓരോ കൂടിവരവുകള്, ഇതുപോലുള്ള മീറ്റിങ്ങുകള്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഹൗസ് വാമിങ്ങിന് പോകുന്നു, കല്യാണത്തിന് പോകുന്നു, അതുപോലെ എന്തെങ്കിലും ഓരോ പല ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും, ആൾക്കാരോട് ഇന്ന് മിണ്ടുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ട് ഇന്ന ചിലപ്പോൾ ചിലര് ഇന്ന ആളല്ലേ നമുക്ക് എല്ലാം ഓർമ്മ കാണത്തില്ല, പേരൊക്കെ മറന്നു വെക്കണം, എങ്കിലും അയ്യോ എനിക്ക് വയസ്സായതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ കുറവാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി മോളെ ഇന്നടത്തെ അല്ലേ, ഇന്നയാളുടെ മരുമോളല്ലേ, ഇന്നയാളുടെ കൊച്ചുമോളല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് അങ്ങനെ സോഷ്യലൈസേഷൻ അത് ആ സാമൂഹിക ബന്ധങ്ങൾ നമ്മളൊന്ന് ഇത് ദൃഢപ്പെടുത്തുമ്പോൾ അത് ഓർമ്മ നല്ലവരെ സഹായിക്കും. പിന്നെ നമ്മളുടെ ഫുഡിലുള്ള കാര്യങ്ങൾ, ആഹാരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മധുര പലഹാരങ്ങള്, എണ്ണ പലഹാരങ്ങള്, നമ്മൾ സാധാരണ പറയുന്ന ആരോഗ്യകരമായ ഭക്ഷണം എന്ന് നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, അതായത് പ്രോസസ്ഡ് ഫുഡ്സ്, റിഫൈൻഡ് ഫുഡ്സ്, മധുര പലഹാരങ്ങൾ, അങ്ങനെ കെമിക്കൽ, അതുപോലെയൊക്കെയുള്ള രാസപദാർത്ഥം, അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ, അതായത് മധുര പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, വറുത്തത്, പൊരിച്ചത്, അങ്ങനെയൊക്കെയുള്ള മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഫ്രൂട്ട്സ് ഷുഗറിന് വലിയ കൂടുതലൊന്നും ഇല്ലെങ്കിൽ, ഷുഗറൊക്കെ കൺട്രോളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, പിന്നെ ഇലക്കറികളും കാര്യങ്ങളും ഒക്കെ ഉള്ള അങ്ങനെ ഫുഡിൽ വരുത്താവുന്ന പല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓഫ്കോഴ്സ് നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ തന്നെ വറുത്തും പൊരിച്ച് കഴിക്കാതെ കറി വെച്ച് കഴിക്കുന്ന കാര്യങ്ങൾ, അത് ഫുഡിന്റെ കാര്യത്തിൽ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വ്യായാമം ഞാൻ ആദ്യം പറഞ്ഞ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ശാരീരികമായിട്ടുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നടക്കുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഴാതെ തട്ടി തടഞ്ഞ് വീഴാതെ നോക്കണം എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പറ്റുന്നത് പോലെ കുറച്ചൊന്ന് നടക്കാനും, ഒരേ ഇരിപ്പിലങ്ങ് ഒരു 10 മിനിറ്റ് കൂടുതൽ ഒരേ ഇരിപ്പിലങ്ങ് ഇരിക്കാതെ നമ്മളൊന്ന് ഒന്ന് ഒരു കസേര മാറി വേറൊരു കസേരയിട്ട് ഇരുന്നാലും വേണ്ടില്ല, ഒരേ ഇരിപ്പങ്ങ് ഇരിക്കാതെ അങ്ങ് സെഡൻഡറി ആയി ഒരേ ഇരിപ്പ് 10 മിനിറ്റ് കൂടെ ഒരേ ഇരിപ്പ് ഇരിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതിനെക്കാട്ടിലും ദോഷകരാന്നുള്ള രീതിയിലൊക്കെ ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ അതെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഴുന്നേറ്റിടന്ന് ഇരിക്കുക, കുറച്ച് അതുകൊണ്ടൊന്ന് മാറി. അപ്പൊ ഒരേ ഇരിപ്പ് അങ്ങ് സെഡൻഡറി ആയിട്ട് പോകാതെ ചെറിയ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് കുറച്ചിടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യായാമം. അപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിന്റെ വ്യായാമം, ശരീരത്തിന്റെ വ്യായാമം, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, സാമൂഹിക ബന്ധങ്ങള്, പിന്നെ ആഹാരത്തിന്റെ കാര്യങ്ങൾ, പിന്നെ ഉറക്കം അത് ഒരു 8 മണിക്കൂർ, 7-8 മണിക്കൂർ നമ്മൾ പറയുന്നത്, 7 മണിക്കൂർ കുറയാതെ 8 മണിക്കൂറൊക്കെ തന്നെ നന്നായിട്ട് അങ്ങ് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ, ഒരു 10 മുതൽ 6 വരെയോ അല്ലെങ്കിൽ 11 മുതൽ 7 വരെയോ, അതുപോലെ നന്നായിട്ട് അങ്ങ് ഉറങ്ങുക. ഉറക്കം നന്നായിട്ട് ശരിയാകുന്നത് നമ്മളുടെ എങ്ങനെ പിന്നെ പിന്നെ അതിനുശേഷം പിന്നെ അങ്ങ് ഉറങ്ങാൻ പറ്റാതെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എങ്കിലും പിന്നെ അങ്ങ് കിടന്ന് അങ്ങ് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും ആകുല ചിന്തകൾ കൊണ്ട് ഉറക്കം പോകുന്നതല്ലല്ലോ, പിന്നീട് അങ്ങ് പിന്നെ അതെ അതെ, പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ വചനം വായിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉറക്കം വരും, ഉറങ്ങാൻ. അങ്ങനെ ഒരു 8 മണിക്കൂർ അങ്ങ് നന്നായിട്ട് അൺഇന്റർപ്റ്റഡ് ആയിട്ട് അത്ര പറ്റിയില്ലെങ്കിൽ പോലും 8 മണിക്കൂർ നന്നായിട്ട് അങ്ങ് ഉറങ്ങുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. പിന്നെ ഇതുപോലെയുള്ള കോമോബിഡിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, PhD എന്ന് പറയുന്നത്, PhD എന്ന് പറയുമ്പോൾ പ്രഷർ, ഹാർട്ട്, ഡയബറ്റീസ്, ഒരു ഡോക്ടറേറ്റിന് PhD എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് പ്രഷർ, ഹാർട്ട് പ്രോബ്ലംസ്, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോളിൽ നിർത്താൻ, നമ്മുടെ ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോളിൽ അങ്ങ് ആവാതിരുന്നാൽ അത് നമ്മുടെ തലച്ചോറിലും പല ഇൻഫാക്സും ചില ക്ലോട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളോടൊക്കെ പോകാം. അപ്പൊ അതുകൊണ്ട് വീഴാതെ ഒക്കെ നോക്കുന്ന കാര്യങ്ങൾ വയസ്സാവുമ്പോൾ, പിന്നെ തലയിടിച്ച് വീഴാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആഘാതം വരാതെ നോക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഈ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അതുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ നോർമൽ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുന്നവരും, അതിന്റെ മരുന്നുകളൊക്കെ വേണ്ടുന്നതെല്ലാം കഴിക്കുകയും, റെഗുലറായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും, ECG അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഡോക്ടർമാർ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിന് ആരോഗ്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു പരിധി വരെ ഓർമ്മയൊക്കെ നന്നായിട്ടെല്ലാം വന്നോളും. പിന്നെ ചെറിയൊരു പ്രായത്തിൻ്റെതായ ചെറിയൊരു ഓർമ്മ കുറവൊക്കെ വരാം, അതൊരു സ്വാഭാവികമാണ്. പുറത്തെ മനുഷ്യനോ
ക്ഷയിച്ചു പോകുന്നു, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ട് വരുന്നു എന്നാണ് 2 Corinthians 4:16 പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. അപ്പൊ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകും. അതെ അതെ, അതൊക്കെ നാൾക്ക് നാൾ ബലപ്പെട്ടങ്ങ് വന്നാൽ മതി. അപ്പം പിന്നെ പുറത്തെ മനുഷ്യന് അധികം ക്ഷയിച്ചു പോകാതെ, ദൈവം ആഗ്രഹിക്കുന്നതിന് അധികം ക്ഷയിച്ചു പോകാതെ ദൈവം കാത്തു സൂക്ഷിച്ചോളും. യെശയ്യാവ് 46 വയസ്സായിട്ടുള്ളവർക്ക് ഇതിനെ കുറിച്ചൊരു ഒരു പ്രോമിസ് നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുള്ളതായിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 46 4-5 വാക്യങ്ങളില് വയസ്സായവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോമിസ് എന്താ പറയുന്നത്? ഈവൻ ടു ഓൾഡ് ഏജ്. ഞാൻ ഇങ്ങനെ ഇത് വായിക്കും, നിങ്ങളുടെ വാർദ്ധക്യം വരെ. 46 യെശയ്യാവിന്റെ പുസ്തകം ഓർക്കാൻ എളുപ്പമാണ്. 46 വാക്യം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. അനന്യൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾക്കുകയും. ഇപ്പം ദൈവം ഗർഭം മുതലേ നമ്മൾ ചുമക്കുക, ഇനി വാർദ്ധക്യം വരെ നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് കർത്താവിന്റെ ഒരുപക്ഷെ വയസ്സാകുമ്പോ എന്താവും, എല്ലാവരും എന്നെ വേണ്ടുവേണ്ട നോക്കുവോ, ഞാൻ എല്ലാവർക്കും ഒരു അധികം പറ്റാവുമോ, ഭാരമാകുമോ എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും വേണ്ട. ദൈവം നമ്മളെ പുലർത്താൻ മതിയായവനാണ്. അതിന് തക്കവണ്ണമുള്ള ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ അങ്ങ് മുമ്പോട്ട് പോവുക. നിങ്ങൾ എല്ലാവരും ഇത്ര ക്ഷമയോടെ എല്ലാം കേട്ടിരിക്കുകയും വളരെ പുഞ്ചിരിയോടെ വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബഹുമാനപ്പെട്ട ഡോക്ടർ വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ നമ്മുടെ ശാരീരികവും മാനസികമായി നേരിടുന്നതായ പ്രശ്നങ്ങളെയൊക്കെയും ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മനസ്സിനെ ശരീരത്തെയൊക്കെയും പരിപൂർണമായി സൗഖ്യമാകും എന്ന് യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും പറഞ്ഞതുപോലെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തുവാ? എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്ന പോലെ എന്റെ കടങ്ങൾ ദോഷങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇല്ല, കടക്കാരോട് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കടങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ രോഗങ്ങളൊക്കെ മാറും. ഇത് കടക്കാരോട് ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഭാരം വെച്ചുകൊണ്ട് നിങ്ങളുടെ രോഗത്തിന് അടിമയായി പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഹൃദയങ്ങളെ അപ്പം തന്നെ ശുദ്ധീകരിക്കും. കർത്താവ് തന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും. അതുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സന്ദീപ് ഡോക്ടറോട് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ കൊടുത്തിരിക്കുന്ന എല്ലാ ദൈവിക നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥന. ഇതിനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സേവ്യാസനോടെ ഒരുമിച്ച് കൂടി വരുവാനും പ്രത്യേകിച്ച് ഞങ്ങൾ നേരിടുന്നതായ മാനസിക ശാരീരിക സംഘർഷങ്ങളുടെയൊക്കെ മധ്യത്തിൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റും കർത്താവെ ഞങ്ങളെ പ്രിയപ്പെട്ട ഡോക്ടറുടെ കേട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചവർ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടിരുന്നവർക്ക് സ്തോത്രം. ഞങ്ങളെ തന്നെ കൂടുതൽ കർത്താവെ നിന്നോട് ചേർന്ന് നീ വസിക്കുന്ന ഇടങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ കർത്താവെ നിന്റെ ആലയങ്ങളായി നിന്റെ മന്ദിരങ്ങളായി തിരുവനന്തപുരം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തിരുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവ് ഉയർത്തിരുന്നേറ്റ് ജീവിക്കുന്നവർക്ക് ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ അവിടുന്ന് മോഹിച്ചു വന്നിരിക്കുന്നവർക്ക് സ്തോത്രം. ആ ബോധ്യത്തോടു കൂടി തോന്നും ഞങ്ങൾ വസിച്ച് കർത്താവെ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കായില്ല എന്നും തിരുവേദന ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ കർത്താവെ മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ തനിയെ ഫലം കായ്ക്കാത്തതുപോലെ ഞങ്ങൾക്ക് നിന്നിൽ വസിച്ചിട്ടുള്ള ഫലം കായ്പാനായിട്ട് സാധ്യമാണ്. നിന്നിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്നതായി തീരുമാനം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനായിട്ട് എല്ലാവർക്കും ഇവിടെ നിലയാക്കണമേ. ഞങ്ങൾക്ക് നേർന്ന ഡോക്ടറിനായിട്ട് സ്തുതിക്കുന്നു. എന്റെ മാനയും കുടുംബമായിട്ടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും വാഴ്ത്തണമേ. സ്വർഗീയ കൃപാങ്ങൾ നടക്കണമെന്ന് യേശു മെസ്സിഹായുടെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ കേൾക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമേ, രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. നടക്കാരോടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരും എന്നേക്കുണ്ടാക്കി മാറട്ടെ.